IPC അബുദാബിയുടെ കെയർ ഓഫില് ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിപ്പാനും ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് നടത്തുവാനും ദൈവം ഇടയാക്കിയ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പലപ്പോഴും പലരുടെ പേര് ദേവദാസിന്റെ പേര് പറഞ്ഞാൽ പലർക്കും അറിയയില്ല. പറയുവാനുള്ളൊരു കാരണമാണ്. കാരണാനുസാരം നമ്മൾ പലപ്പോഴും പീറ്റ് തോമസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അറിയത്തില്ല. എങ്കിൽ തന്നെയും എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയുവാനായിട്ട് നമുക്കറിയാം 1970 കേരള യൂണിവേഴ്സിറ്റിയുടെ BA ലിറ്ററേച്ചറിന് റാങ്ക് ഹോൾഡറായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം എടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരി SB എന്നല്ലായിരുന്നു, തിരുവല്ല മർത്തമ കോളേജിൽ നിന്ന് MA ലിറ്ററേച്ചറിൽ ഉയർന്ന ക്ലാസ്സോടുകൂടി പാസ്സാകുവാനും തുടർന്ന് എവരി ഹോം ക്രൂസേഡിന്റെ ഡൽഹിയിലുള്ള അതിന്റെ ഓഫീസിൽ അതിന്റെ ചീഫ് എഡിറ്ററായിട്ട് ദീർഘവർഷങ്ങൾ വർക്ക് ചെയ്യുവാനായിട്ട് ഇടയായി. തുടർന്ന് കോട്ടയത്ത് വന്ന് അദ്ദേഹം സെറ്റിലാകുകയും ഇപ്പോൾ വർഷങ്ങളായി അദ്ദേഹം ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എനിക്ക് എടുത്തു പറയുവാനായിട്ടൊരു കാര്യമുണ്ട്. ഇന്ന് കേരളത്തിൽ കറതീർന്ന വചനം പറയുന്നതിൽ ചില വിരലിൽ എണ്ണാവുന്ന ചില ദൈവദാസന്മാരിൽ ഒരുവനാണ് കർത്താവിന്റെ ദാസൻ പീറ്റ് തോമസ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനമാണ് നമുക്ക് ആധാരമായിട്ടുള്ളത്. വചനമാണ് നമ്മെ നിലനിർത്തുന്നത്. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസേനയിൽ നിലനിൽക്കുവാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ്. മനുഷ്യൻ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, മരണാന്തരം എന്താണ്, ഇതെല്ലാം നമുക്ക് വെളിവാക്കി തരുന്നത് തിരുവചനമാണ്. അതിന്റെ മർമ്മങ്ങളെ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുവാൻ ദൈവവൃത്തിനെ കരങ്ങളിലെടുത്ത് പ്രയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളായിരിക്കുമ്പോൾ അതെല്ലാം നമുക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. കൂടുതലായിട്ട് ഞാൻ പറയുവാനായിട്ടൊന്നും താല്പര്യപ്പെടുന്നില്ല. പ്രാർത്ഥനയോടുകൂടി നമുക്കിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാണ്. ഞാൻ സാൻകുട്ടി പറഞ്ഞതുപോലെ ഞങ്ങൾ നമ്മുടെ ദീർഘവർഷങ്ങളുടെ പരിചയവും സ്നേഹവും ബന്ധവുമുണ്ട്. ഞങ്ങൾ അയൽക്കാരാണ്, സെയിം സഭക്കാരാണ്. പിന്നെ ശ്രീപട രാജാനുമായിട്ട് ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ പരിചയപ്പെടാനും ആത്മീയ കൂട്ടായ്മ പാലിക്കാനും അവസരമുണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് അധികം അബുദാബിയിലൊന്നും അധികം പേര് പരിചയമുള്ള കുറേ പേരൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്നത് അധികം പേര് എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ളവരല്ല. അത് വലിയ കാര്യമല്ല. സ്തോത്രം. നിങ്ങളാരും എനിക്ക് അപരിചിതരല്ല. സ്തോത്രം. കർത്താവിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുമായുള്ള കൂട്ടായ്മ എനിക്ക് സന്തോഷകരമാണ്. സ്തോത്രം. ഞാനൊരു സുവിശേഷകനാണ്. അച്ഛൻ പറഞ്ഞപ്പം വേറെ ഏതാണ്ട് പേരിനെ കിട്ടുമോ? ഞങ്ങൾ പറയില്ല. ഞാനൊരു സുവിശേഷകനായി ജീവിക്കുന്നു, സുവിശേഷകനായിരിക്കുന്നു, സന്തോഷിക്കുന്നു. സ്തോത്രം. 1977 മുതൽ പൂർണ്ണസമയം കർത്താവിന്റെ വേലയിലാണ്. 3 വർഷം തമിഴ്നാട്ടിൽ മദ്രാസിലായിരുന്നു. പിന്നെ ഡൽഹി കേന്ദ്രമാക്കി നോർത്ത് ഇന്ത്യയിലായിരുന്നു. 86 നാട്ടിൽ വന്ന് കോട്ടയത്ത് താമസിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് കർത്താവിന് വേണ്ടി ചെയ്യുകയാണ്. സഭയുടെ ചുമതലയില്ല, സഭയെക്കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്. ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അബുദാബിയിൽ ഇതിനു മുമ്പ് 2 പ്രാവശ്യം വരാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടെ വരാൻ കർത്താവിന് അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അതിനായി ക്രമീകരണങ്ങളൊക്കെ ചെയ്ത പ്രിയപ്പെട്ടവരും പ്രത്യേകം നന്ദി പറയുന്നു. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇതൊരു പ്രത്യേകമായ സമ്മേളനമാണ്. ഒരു ഫോർമൽ മീറ്റിംഗ് എന്നതിനേക്കാൾ ഒരു സ്റ്റഡി ടൈം, പഠിക്കാനായിട്ട് നമ്മൾ സമയം തരത്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് റെഗുലറായിട്ട് വരാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അത് പ്രയോജനമാകും. ചില ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ചിന്തിക്കാനായിട്ട് അവസരമുണ്ടല്ലോ. ഇതിനിടയിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായാൽ തീർച്ചയായിട്ടും ചോദിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നിങ്ങളുടെ അവകാശമാണ്. പറഞ്ഞു തരുന്ന എന്റെ കടമയാണ്. ദൈവമക്കൾ എന്നെ ക്ഷണിച്ചത് അതിനു വേണ്ടിയാണ്. അത് പറഞ്ഞു തരുന്ന എന്റെ കടമയാണ്. ചോദിക്കുന്ന നിങ്ങളുടെ അവകാശം, ഗ്രഹിച്ചു കിട്ടുന്ന നിങ്ങളുടെ അവകാശമാണെന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഈ പഠിക്കാനൊക്കെ ആത്മീയതയിൽ വല്ല ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകളുടെയും ചിന്ത ആത്മീയതയും അറിവും തമ്മിൽ ഓപ്പോസിറ്റ്സ് ആണെന്നാണ്. അങ്ങനല്ല. പല ആളുകളും ചിന്തിക്കുന്ന ബുദ്ധി ഉപയോഗിക്കുന്നത് ആത്മീയന് യോഗ്യമല്ലെന്നാണ്. അതും ശരിയല്ല. വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. തിരുവെഴുത്ത് നമ്മൾ പറയുന്നത് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് കർത്താവ് അവരുടെ ബുദ്ധിയെ തുറന്നെന്നാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കാൻ. സ്തോത്രം. പൗലോസ്ലീഹ തിമോഥെയോസിന് പറയുമ്പോൾ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാൻ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം
14 വാക്യമാണ് ഞാൻ പറയുന്നത്. ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് നീ പഠിച്ചു നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. സ്തോത്രം. പഠിക്കുക, നിശ്ചയം പ്രാപിക്കുക എന്നുള്ളത് ഒരു ദൈവവൈദ്യന്റെ ആവശ്യമാണ്. അത് അവന്റെ ഉത്തരവാദിത്വമാണ്. ഗ്രഹിച്ചു കിട്ടേണ്ട അവന്റെ അവകാശമാണെന്ന് തന്നെ പറയാം. സ്തോത്രം. മാത്രമല്ല, ഈ ബോധ്യം വന്നില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. ഒരു പദമുണ്ടല്ലോ, ഇംഗ്ലീഷിൽ ഒരു പദം കൺവിക്ഷൻ എന്ന് പറയും. കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ ബോധ്യം വരിക, ഗെറ്റിംഗ് കൺവിൻസ്ഡ്. 100% ആ കാര്യത്തെ കുറിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ദൈവവൈദ്യന്റെ അവകാശമാണ്. സ്തോത്രം. അതുകൊണ്ട് ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബുദ്ധി ഉപയോഗിക്കുന്നു, ചിന്തിക്കുന്നതും പഠിക്കുന്നതും ഗ്രഹിക്കുന്നതും അനാത്മികന്റെ ലക്ഷണമാണെന്ന് ചിന്തിക്കരുത്. സ്തോത്രം. നമ്മൾ പഠിച്ച് നിശ്ചയം പ്രാപിച്ചെങ്കിലേ നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചോദിക്കാനും ഒക്കെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനൊരു പറച്ചിലുണ്ട്, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി എന്നില്ലേ? കേട്ടിട്ടില്ലേ? നമ്മളെല്ലാവരും രീതിക്ക് അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. എപ്പോഴാണ് പറയുന്നത്? എപ്പോഴാണ് പറയുന്നത്? സ്കൂളിലൊക്കെ പിള്ളേര് പറയില്ല അങ്ങ് പള്ളി പറഞ്ഞാൽ എന്ന് പറയില്ലേ? പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണെങ്കിൽ പറയാം, അത് ഇവിടെ പറയണ്ട, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു ചോദിക്കുമെന്ന് പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആളുകളുടെ ചിന്ത പള്ളി പറയുന്നതൊന്നും യുക്തിക്ക് നിരക്കുന്ന കാര്യം അല്ല. പള്ളി പറയുന്ന യുക്തിക്ക് നിരക്കുന്ന കാര്യമൊന്നുമല്ല. പള്ളി പറഞ്ഞാണോ തിരിച്ചു ചോദിക്കുന്നത്? അങ്ങനെയാണ് ആളുകളുടെ ഒരു ചിന്ത. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട. ഇത് പള്ളി പറഞ്ഞാണെന്ന് വിചാരിക്കണ്ട. ഇത് ഈ വീട്ടിൽ വെച്ച് നമ്മുടെ ഈ പ്രത്യേക ക്ലാസ്സിൽ വെച്ച് പറയുന്നതാണല്ലോ. അതുകൊണ്ട് ന്യായമായി നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം. സ്തോത്രം. എന്നെ തന്നെ ഞാൻ പലപ്പോഴും അത് പറയാറുമുണ്ട്. അരയിൽ ചുറ്റി ഒരു തുവർത്തും പാത്രത്തിൽ പകർന്ന വെള്ളവുമായി നിങ്ങളുടെ നടുവിൽ ഞാൻ നിൽക്കുകയാണ്. അതെന്തിനാണ് കാണിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. അരയിൽ തോർത്തും ചുറ്റി പാത്രത്തിൽ വെള്ളവും പിടിച്ചുകൊണ്ട് കാല് കഴുകാൻ നിൽക്കുന്ന അതേ മനോഭാവമാണ്. ഒരു ഭംഗിവാക്ക് പറയുന്നതല്ല, ഹൃദയങ്ങളെ അറിയുന്ന ദൈവത്തിന് മുമ്പിലാണ് പറയുന്നത്. ഐ ആം ഹിയർ ടു സെർവ് യു സ്പിരിച്വലി വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കാനാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ശുശ്രൂഷിക്കുന്നതിന്റെ കടമയാണ്, ശുശ്രൂഷ അനുഭവിക്കുന്നതിന്റെ അവകാശമാണ്. സ്തോത്രം. അതുകൊണ്ട് ഫീൽ ഫ്രീ ടു ആസ്ക് whatever doubt you have regarding what I say here. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ അവകാശമാണ്. അത് നിങ്ങൾ സ്വാതന്ത്ര്യം കാണിക്കണം. സ്തോത്രം. എന്നാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമുക്ക് ഒരു ചർച്ച ഒരു ദിവസം വെക്കണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തെ കുറിച്ച് വെക്കണമെന്നുണ്ടെങ്കിലും ഐ എം മോർ ദൻ വില്ലിംഗ് ഫോർ ഇറ്റ്. അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ അത് പറയാവുന്നതാണ്. സ്തോത്രം. അത്രയും കാര്യങ്ങൾ ഞാൻ മുഖവുരി എന്നോണം പറഞ്ഞിട്ട് ഞാൻ ദൈവവചന പഠനത്തിലേക്ക് തന്നെ കടക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദൈവവചനം പഠിക്കണമെന്നും നിശ്ചയം പ്രാപിക്കണമെന്നും ഒക്കെ പറയുന്നത്? എന്തിനാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നത്? നമ്മൾ എന്തിനാണ് ദൈവത്തെ പിൻപറ്റുന്നത്? പലരും ദൈവത്തെ പിൻപറ്റുന്നത് ഇവിടെ കാര്യങ്ങൾ നന്നായി നടക്കാൻ വേണ്ടിയാണ്. ശരിയല്ലേ? പലരും അങ്ങനെയാണ്. എന്നാൽ അങ്ങനെ ഈ ആയുസ്സിനു വേണ്ടി മാത്രം നമ്മൾ കർത്താവിനെ പിൻപറ്റുകയാണെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണെന്നാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. നമ്മൾ ഈ ആയുസ്സിന് വേണ്ടി അല്ല കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നത്. നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. അത് മറക്കരുത്. സ്തോത്രം. ഈ ആയുസ് വെറും താൽക്കാലികമാണ്. നിത്യതയാണ് വലുത്. സ്തോത്രം. ഈ ജീവിതം കഴിഞ്ഞാൽ മറ്റൊന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ട് ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തന്ന സന്ദർഭമാണ് ഈ ആയുസ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. സ്തോത്രം. നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം തന്ന സന്ദർഭമാണിത്. സ്തോത്രം. പ്രിയ സാങ്കുട്ടി പറഞ്ഞപ്പോ ഒരു പ്രിയപ്പെട്ടവർ ഇന്ന് 5 മണിക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും അതിൽ നിന്ന് ഇമ്മ്യൂണല്ല. നമ്മളൊക്കെ ഈ ക്യൂവിൽ നിൽക്കുന്നവരാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രിക്കേറിയസ് ആണ്. മനുഷ്യനും
മരണവും തമ്മിൽ ഒരു ശ്വാസത്തിന്റെ അകലമേ ഉള്ളൂ. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഡെത്ത് ഈസ് ബട്ട് എ ബ്രത്ത് അവേ. ഒറ്റ ശ്വാസത്തിന് ഇടയ്ക്ക് മരണം, ഒരു ശ്വാസമേ ഉള്ളൂ മനുഷ്യനും മരണത്തിന് തമ്മിൽ ഇടയ്ക്ക്. ഏത് നിമിഷവും നമ്മൾ നിത്യത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് ഓർത്ത് നമ്മൾ ഭയപ്പെടണ്ട, ഒരുങ്ങിയേച്ചാ മതി. കാര്യം നമ്മൾ ഭയപ്പെട്ടതുകൊണ്ട് ഒരു വിശേഷവും ഇല്ല. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക, അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇവിടെ അപ്പോൾ മനുഷ്യ ജീവിതം നിത്യമായതുകൊണ്ടാണ്, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനാണ് നാം കർത്താവിനെ പിൻപറ്റുന്നത്. ആ കൂട്ടത്തിൽ ഈ ആയുസ്സിന് വേണ്ടതെല്ലാം ദൈവം നമുക്ക് ചെയ്തു തരും. എന്റെ പൊന്നു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ടല്ലോ, എന്തു തിന്നും എന്തു കുടിക്കും ഈ വക ഓർത്ത് നിങ്ങൾ ഭാരപ്പെടരുത്, ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുകയും അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് നൽകും. മാത്രമല്ല പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുകയാണ്, ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദൈവം നമുക്ക് ചെയ്തു തരും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഭക്തിയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് ചെയ്തു തരും. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ അതല്ല അന്വേഷിക്കുന്നത്, നമ്മൾ അന്വേഷിക്കുന്നത് ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയുമാണ്. അത് അന്വേഷിക്കുമ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും ചെയ്തു തരുവാൻ നിൽക്കണം. ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ആത്മീയ കാര്യങ്ങൾ, നിത്യമായ കാര്യങ്ങളെ ലക്ഷ്യമാക്കി വേണം നാം ദൈവത്തെ പിൻപറ്റേണ്ടത്. ഈ ബൈബിൾ ക്ലാസുകൾ സ്തോത്രം അതിന് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവദാസന്മാർ എന്നെ ഈ മീറ്റിങ്ങിന് ക്ഷണിച്ചപ്പോൾ മുതല് മനസ്സിൽ ഈ കാര്യം ഇങ്ങനെ ഞാൻ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏത് വിഷയങ്ങളെ കുറിച്ച്, ഏത് വിഷയത്തെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കണം, ഏത് വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുക്കണം ഒക്കെ വിചാരിക്കുന്നുണ്ട്. ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥിക്കുവാനിടയായി. അനേക കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ തന്നുണ്ട്. അതിനൊരു സ്കീം ഉണ്ടാകും, ഒരു ചെറിയൊരു ഒരു സ്കീം. അതൊരു സ്കീം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ ചുമ്മാ പ്രസന്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. നിങ്ങളുടെ മനസ്സിൽ നിൽക്കുകയുള്ളല്ലോ. അതുകൊണ്ട് ആ സ്കീം ആയിട്ട് ദൈവത്തിന്റെ അനാദി നിർണയം എന്ന വിഷയമാണ് ഒരു സ്കീമായിട്ട് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ അതാ ചിന്തിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ അനാദി നിർണയം. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ ഇച്ചിരി കാര്യങ്ങൾ എന്താ പറയാൻ പോകുന്നത്, ഈ വിഷയത്തെ കുറിച്ച് തന്നെ ഇച്ചിരി കാര്യം ആദ്യം ഞാനൊന്ന് പറയാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വാക്യങ്ങള്, 9 മുതൽ 11 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ഒരു കാര്യം കാണാൻ കഴിയും. 9-ാം വാക്യത്തിന്റെ വാക്യം മുതൽ സകലവും സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. വളരെ നന്ദി. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം, ആ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം, അതിന്റെ വ്യവസ്ഥയിൽ നിന്ന് പ്രകാശിപ്പിക്കാൻ ദൈവം തന്നെ തെരഞ്ഞെടുത്തു എന്ന് പോലും പറയുക. ആ കൃപ തനിക്ക് ലഭിച്ചു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. യേശു ക്രിസ്തുവിൽ ദൈവം ഒരു അനാദി നിർണയം നിവർത്തിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒന്ന് വ്യക്തമാക്കിക്കോട്ടെ, എന്റെ കൂടെ വരണേ. ഈ വിശുദ്ധ ബൈബിളിൽ ഒറ്റ വിഷയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ടതല്ലാതെ ഒന്നുമില്ല. അത് മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന വിഷയമാണ്. മനുഷ്യന്റെ വീണ്ടെടുപ്പ്. ഈ പുസ്തകത്തിന്റെ കഥാപുരുഷൻ, ഹീറോ, കഥാനായകൻ, ഇതിന്റെ കേന്ദ്ര ബിന്ദു യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു വീണ്ടെടുപ്പ് എന്ന വിഷയം, വീണ്ടെടുപ്പുകാരനായ കർത്താവ്. സ്തോത്രം. അതുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യവും ഈ വിശുദ്ധ തിരുവെഴുത്തിൽ ഇല്ല. സ്തോത്രം.
അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. സ്തോത്രം. അത് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു ഈ പുസ്തകത്തിന്റെ കേന്ദ്ര വിഷയമാണെങ്കിൽ യേശുക്രിസ്തു ഇവിടെ വന്നത് ഒരു കാര്യത്തിന് വേണ്ടിയാ, ഒരു നിവൃത്തിക്ക് വേണ്ടിയാ, ഒരു കാര്യം നിവർത്തിക്കാൻ വേണ്ടിയാ. എന്താ അത് നിവർത്തിച്ചത്? എന്താ? ദൈവത്തിൽ മറഞ്ഞു കിടന്ന അനാദി നിർണയം. ദൈവം അനാദിയിൽ എടുത്ത ഒരു നിർണയം നിവർത്തിക്കാൻ യേശുക്രിസ്തു ഇവിടെ വന്നു. സ്തോത്രം. അപ്പോൾ ഈ വേദപുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ. അത് യേശുക്രിസ്തു വന്നത് അനാദി നിർണയത്തിന്റെ നിവൃത്തിയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ തിരുവെഴുത്തിൽ ദൈവത്തിന്റെ അനാദി നിർണയത്തിന്റെ നിവൃത്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. സ്തോത്രം. എന്താ പറയാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാകണമല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഈ തിരുവെഴുത്തിനെ സംബന്ധിച്ച് ന്യായമായ അറിവുള്ളവരാണ്. പുസ്തകം വായിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, മനുഷ്യൻ പാപം ചെയ്യുന്നു, മനുഷ്യന്റെ ആ വീഴ്ചയ്ക്ക് ശേഷം ദൈവം മനുഷ്യനോട് വിവിധ നിലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ മനുഷ്യൻ പാപത്തിൽ തുടരുന്നു. അത് കഴിഞ്ഞ് യേശുക്രിസ്തു ഇവിടെ ജനിക്കുന്നു, യേശുക്രിസ്തു മരിക്കുന്നു, കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നു, പരിശുദ്ധാത്മാവ് വരുന്നു, എല്ലാവർക്കും വേണ്ടി കർത്താവ് രക്ഷ ഒരുക്കി. പക്ഷെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. സുവിശേഷം അനുസരിക്കാതെ ഒത്തിരി പേര് നിത്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനിയും കർത്താവ് മടങ്ങി വരുമെന്ന് പറയുന്നു, ന്യായവിധി ഉണ്ടെന്ന് പറയുന്നു. ഇതെന്താ? ദൈവത്തെ അത്ര കാര്യമായി ബഹുമാനിക്കാത്ത ചില ആളുകൾ വളരെ പരിഹാസത്തോടെ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒടയതമ്പുരാൻ ഒരു തോട്ടമുണ്ടാക്കി, ആ തോട്ടത്തിലൊരു കുടികിടപ്പുകാരനെ പടച്ചു വിട്ടു. ആ കുടികിടപ്പുകാരനോട് പറഞ്ഞു, എന്ത് വേണേലും തിന്നോളാം, പക്ഷേ നടുക്ക് നിൽക്കുന്ന മരത്തിൽ നിന്ന് തൊട്ടുപോകരുത്, തിന്നരുത്, അതിനെ തിന്നാ നീ ശിക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. വിലക്കപ്പെട്ടതിനോട് മനുഷ്യന് താല്പര്യമുണ്ടാകുമല്ലോ. അതുകൊണ്ട് മനുഷ്യൻ ചെന്ന് അതേന്നൊരു കനി പറിച്ചു തിന്നു. അതോടെ സംഗതി മുഴുവൻ പാളി. ഇവനെയും അടിച്ചു പുറത്താക്കി, ഈ വംശത്തെ മുഴുവൻ ശപിച്ചു. ഇതൊക്കെ എന്നതായത്? ഇതൊക്കെ അർത്ഥമില്ലാത്ത ഓരോ കാര്യങ്ങളല്ലേ? ഇങ്ങനൊക്കെ പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഇതൊക്കെ അർത്ഥം എന്താണ്? ഇതിന്റെയൊക്കെ ഗൗരവം എന്താ? ഇതെങ്ങനെയാണ് പ്രധാനമായിരിക്കും? ഇതൊക്കെ എന്നെ എങ്ങനെയാ ബാധിക്കുന്നത്? ഇതൊക്കെ മനുഷ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമായ വിഷയമാണ്. സ്തോത്രം. കേൾക്കണേ പ്രിയ ദൈവമക്കളെ. അപ്പോൾ ഇതൊക്കെ അർത്ഥമുള്ള കാര്യങ്ങളാണ്. കാരണം ഇതെല്ലാം ദൈവം അനാദിയിലെടുത്ത ഒരു നിർണയത്തിന്റെ നിവൃത്തിയാണ്. സ്തോത്രം. അനാദിയിലെ ദൈവ നിർണയത്തിന്റെ നിവൃത്തിയാണ് ഇതെല്ലാം. സ്തോത്രം. മാത്രമല്ല, ഞാൻ വേറൊരു നിലയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതൊന്ന് കൊണ്ടുവരട്ടെ. വേദപുസ്തകത്തെ കുറിച്ച് ചെറിയ ജ്ഞാനമുള്ള ഒരാളല്ല എല്ലാവരും. അത് ഏതെനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയപ്പോൾ മനുഷ്യൻ പാപം ചെയ്തത് ദൈവത്തിനൊരു ഇരുട്ടടി ആയിരുന്നോ? ഇരുട്ടടി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു പ്രഹരമായിരുന്നോ? എന്താ പറയുന്നു? അല്ല. അപ്പൊ അതും ദൈവത്തിന്റെ അറിവിലുണ്ടായിരുന്നു, ഇല്ലേ? കാര്യം ദൈവം സർവജ്ഞാനിയല്ലേ? സത്യമാണ്. സർവജ്ഞാനി ആയതുകൊണ്ട് അതും ദൈവത്തിന്റെ മുൻ അറിവിലുള്ളതാ. മറ്റൊരു നിലയിൽ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അതും ദൈവത്തിന്റെ മുൻ നിർണയവും ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ പെട്ടതുമായ ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നു മനസ്സിലത് അംഗീകരിക്കാൻ, ഇല്ലേ? മനസ്സിലായി, പക്ഷെ അതങ്ങോട്ട് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. അതുണ്ടാകണമല്ലോ. സ്തോത്രം. എങ്കിലേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയുള്ളൂ. എനിക്ക് ഇതൊന്ന് പറഞ്ഞു തരാൻ നോക്കുള്ളൂ. എന്നെ കേൾക്കണേ. സ്തോത്രം. അതെ, അത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ കാര്യപരിപാടി ദൈവത്തിന്റെ തിരുഹൃദയത്തിന് ഒരു നിർണയത്തിന് വേണ്ടിയുള്ള ഒരു ചുവടാണ്. സ്തോത്രം. അപ്പോൾ എന്താണ് ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ നിർണയം? നമ്മൾ എഫേസ്യലേഖനത്തിൽ നമ്മൾ കണ്ടു. ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ നിർണയം യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടെന്നും അത് സഭയിൽ വെളിപ്പെട്ടെന്നും നമ്മൾ കണ്ടു. ശ്രദ്ധിച്ചിരിക്കാൻ പ്ലീസ്.
ദൈവം തന്നെ തിരുഹൃദയത്തിലെടുത്തൊരു തീരുമാനം, ആ തീരുമാനം യേശു ക്രിസ്തു നിവർത്തിച്ചു. ആ നിവർത്തിച്ചതിന്റെ ഫലം ഇപ്പോൾ ഇവിടെ വെളിപ്പെട്ടിരിക്കുകയാണ്, സഭയിൽ വെളിപ്പെട്ടിരിക്കുക. അപ്പോൾ അനാദിയിലെ ആ ദൈവത്തിന്റെ നിർണയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സഭയാണ്. മനസ്സിലായല്ലോ? ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ കാര്യപരിപാടി മുഴുവൻ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ്. സ്തോത്രം. ഏതാ ലക്ഷ്യം? ദൈവസഭ. ദൈവസഭ മനസ്സിലാകുമെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ദൈവസഭ എന്നുള്ളതാണ് ദൈവത്തിന്റെ അനാദിയിലെ നിർണയം. ദൈവത്തിന്റെ അനാദിയിലെ നിർണയമായ ദൈവസഭയുടെ രൂപീകരണത്തിനു വേണ്ടി, ദൈവസഭ ഒരുങ്ങുന്നതിനു വേണ്ടി, സ്തോത്രം, മനുഷ്യന്റെ ചരിത്രത്തിലൂടെ യുഗയുഗങ്ങളിലൂടെ ദൈവം ചെയ്യുന്ന കാര്യപരിപാടികളുടെ രേഖയാണ് വിശുദ്ധ തിരുവെഴുത്ത്. അതിൽ നമുക്കൊരു പങ്കുണ്ട്. സ്തോത്രം. സഭയിൽ നമുക്കൊരു പങ്കുണ്ട്. നമ്മൾ സഭയിലെ അംഗങ്ങളാണ്. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ സഭയിലെ അംഗങ്ങളാണോ എന്ന് പരിശോധിക്കാൻ ഈ പഠനം ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. സഭ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റായി ധരിക്കരുത്. ഈ മനുഷ്യൻ പെന്തക്കോസ്താണ് സഭ, വേറെ ഒന്നും സഭയല്ല എന്ന് പറയാൻ പോവുകയാണെങ്കിൽ വിചാരിക്കരുത്. അല്ല, ഞാൻ അതല്ല പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്നത് ദൈവവചനം, സ്തോത്രം, സഭയെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. സ്തോത്രം. എന്നെ കേൾക്കണേ. ദൈവവചനം സഭയെ കുറിച്ച് എന്ത് പറയുന്നു? പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും നമ്മുടെ ഒക്കെ ചിന്ത, പലപ്പോഴും നമ്മുടെ ചിന്ത രക്ഷിക്കപ്പെട്ടു, കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അടുത്തൊരു വഴിയായി ചെന്ന് പറയും സ്നാനപ്പെട്ടു. വേറെ ചെന്ന് പറയും അടുത്തൊരു വഴിയായി ഞാൻ ആത്മസ്നാനം പ്രാപിച്ചു. വേറെ അടുത്തൊരു പറയും ഞാൻ ഒരു ദോഷവും ചെയ്യാതെ ജീവിക്കുന്നു, കാര്യങ്ങളൊക്കെ വേണ്ടതുപോലൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ പോകുന്നു. ഇതൊക്കെ ആളുകൾ പറയും. അതുകൊണ്ട് ഇനി എന്റെ കാര്യം ശരിയാണ്, എനിക്ക് വല്ല ആവശ്യം വരുമ്പോ ഞാൻ ഉപവാസവും പ്രാർത്ഥനയൊക്കെ എടുക്കുന്നുണ്ട്, എനിക്ക് വല്ല ആവശ്യങ്ങളും വരുമ്പോ അല്ലേ ഉള്ളൂ. അല്ലാതെ ഉപവസിക്കാൻ പ്രാർത്ഥിക്കുകയില്ല. മാത്രമല്ല പ്രാർത്ഥിക്കുന്നത് പോലും വല്ല കാര്യവും സാധിക്കേണ്ടി വരുമ്പോഴാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇടയിൽ ഇപ്പം ഇവിടൊക്കെ വന്നു കാണുമായിരിക്കും ഒരു പാട്ടുണ്ടല്ലോ, പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യം വല്ലതും ഉണ്ടോ. അപ്പൊ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കാര്യം സാധിക്കാം. അപ്പൊ എന്റെ കാര്യമൊക്കെ സാധിക്കണം, ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ട്. നോക്കട്ടെ, ഈ നിലയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിച്ചു പോയി നമ്മളൊരു മൂഢ സ്വർഗത്തിലാകരുത്. കർത്താവ് വരും. കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ മാത്രം അവരുടെ സന്നിധിയിൽ ചേർക്കപ്പെടും. സ്തോത്രം. അതുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുവാൻ ദൈവത്തിന്റെ കാര്യപരിപാടി എന്താണെന്നും ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. സ്തോത്രം. ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ന്യായമായി വല്ല വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാമെന്ന്. സ്തോത്രം. പ്രിയ ദൈവങ്ങളെ, അപ്പോൾ മറ്റൊരു നിലയിൽ കൂടി ഞാനിതൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഈ പറയാൻ പോകുന്നത് എന്താണ്, എന്റെ മനസ്സിൽ എനിക്ക് വളരെ വിഷമമുള്ള ഒരു കാലം എന്നാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് കുറച്ചു നാളായി മനസ്സിൽ വലിയ ദുഃഖമുണ്ട്. വലിയ ദുഃഖം എന്ന് പറയാൻ എനിക്ക് വ്യക്തിപരമായി ഒരു പ്രശ്നവുമില്ല. പ്രശ്നമുണ്ടെങ്കിൽ അതെനിക്ക് വലിയ കാര്യവും അല്ല. അത് രണ്ടാമത്തെ കാര്യം, അതിന്റെ എന്നെ പ്രധാനമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ല. സ്തോത്രം. ദൈവമക്കളെ, ഭൗമികമായ കാര്യങ്ങൾ ഒക്കെ കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ ഇവിടെ ഒത്തിരി പണമോ പൊസിഷനോ ഒക്കെ ഉണ്ടാക്കി ജീവിക്കാനൊന്നും ഒരിക്കലും താല്പര്യപ്പെട്ടിട്ടില്ല. അതെന്റെ അയലോക്കംകാരനാണ് സാൻകുട്ടി, അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. സ്തോത്രം. അതെന്നെ ഇതുവരെയും ഞങ്ങളെ ആരെയും ഇതുവരെ ബാധിച്ചില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷമേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമമുണ്ടെന്ന് പറയുമ്പോൾ അത് ഭൗമികമേ അല്ല, മനസ്സിന് വിഷമമുണ്ട്. കാരണം ദൈവസഭ, ദൈവമക്കൾ ദൈവവചനം പറയുന്ന സത്യത്തെ അവഗണിച്ചു പോകുന്ന, ദൈവവചനം പഠിപ്പിക്കുന്ന സത്യം എന്താണെന്ന് ഗ്രഹിക്കാൻ പോലും ദൈവമക്കൾ കൂട്ടാക്കാത്ത ഒരു കാലത്താണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. അതെനിക്ക് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഫലമായിട്ട് പ്രിയ ദൈവമക്കളെ, സഭകളിൽ
വിവിധ നിലകളിലുള്ള ഉപദേശങ്ങൾ കടന്നുകൂടി. ഈവൻ പെന്തക്കോസ്ത് സഭയിൽ പോലും വചനത്തിന് സത്യത്തിന് വേണ്ടി നിൽക്കുന്നവർ എന്ന് വിശ്വസിക്കപ്പെടുന്ന പെന്തക്കോസ്ത് സഭയിൽ പോലും ഉപദേശത്തിന് നാനാ കാറ്റ് ശക്തിയായി അടിച്ച് ആളുകൾ പല നിലകളിലേക്ക് തിരിഞ്ഞ് അതും ശരിയാ ഇതും ശരിയാ, അതാണോ ശരി ഇതാണോ ശരി, ഇങ്ങനെ പറയുന്ന ഒരു കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാൻ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് പല ആളുകൾ ചോദിക്കാറുണ്ട്, വി ആർ കൺഫ്യൂസ്ഡ്, ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഇന്നലെ ഒന്ന് കേട്ടു, ഇന്ന് വേറൊന്ന് കേൾക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ. ഇന്നലെ ഒന്ന് കേട്ടു, ഇന്ന് ഞങ്ങള് വേറൊന്ന് കേൾക്കുന്നു. ഇതേ വേദിയിൽ നിന്ന് അതും ഇതും പറയുന്നു. വി ആർ കൺഫ്യൂസ്ഡ്. ഏതാണ് ശരി ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ ഞങ്ങൾ ആ കൂടി വല്ലാതാകുകയാണ്. എന്തുകൊണ്ടാ? ഉപദേശത്തിന്റെ സത്യമേതാണെന്ന് ചിന്തിക്കാൻ ആളുകൾ കൂട്ടാക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, അത് ശരിയായ രീതിയല്ല. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഉപദേശത്തിന്റെ സത്യം ഏതാണെന്ന് ഗ്രഹിക്കണമെങ്കിൽ അതിനുള്ള ആദ്യത്തെ ഒരു സ്റ്റാൻഡേർഡ് എന്നുള്ള പറയാം. കേൾക്കണേ, ദൈവവചനം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടെന്നാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, അതായത് ലോകത്തുള്ള സകല മനുഷ്യരെയും അന്വേഷകരാണെന്ന് വിശേഷിപ്പിക്കാം. എവ്രിബഡി ഈസ് എ സീക്കർ. അന്വേഷകരാണ് സകല മനുഷ്യരും, അന്വേഷകരാണ്. പക്ഷെ ഈ അന്വേഷകരായ മനുഷ്യ കുലത്തെ രണ്ട് ഗ്രൂപ്പിൽ നമുക്ക് വേണ്ടി ഒന്ന് തിരിക്കാം. ഒന്ന്, അവനവന്റെ സുഖ സൗകര്യങ്ങൾ, അവനവന്റെ നേട്ടം, അതിനുവേണ്ടിയുള്ള ഉപാധികൾ അന്വേഷിക്കുന്നവർ. അവനവന്റെ സുഖ സൗകര്യങ്ങൾ, അവനവന്റെ നേട്ടം, അവനവന്റെ ഉയർച്ച, അതിനുള്ള ഉപാധികൾ അന്വേഷിക്കുന്നവർ. അതിനുള്ള ഉപാധികൾ അന്വേഷിക്കുന്ന അന്വേഷണത്തിൽ പലരും ദൈവത്തെയും അതിനുള്ള ഒരു ഉപാധിയായി കാണുകയാണ്. അപ്പോൾ അവനവന്റെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുന്നവർ അവരാണ് ഒരു 90%. എന്നാൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർ രണ്ട് ഗ്രൂപ്പാണ്. എല്ലാവരും സീക്കേഴ്സ് ആണ്. ബട്ട് ദേ സീക്ക് ടു തിങ്സ്. ഒരു കൂട്ടം എനിക്കുള്ളവർക്ക് അവർക്ക് എങ്ങനെ ഉയരാൻ കഴിയും, അവർക്ക് എങ്ങനെ സുഖമായിരിക്കാൻ കഴിയും, നമ്മുടെ നേട്ടത്തിന് വേണ്ടിയുള്ള ഉപാധികൾ അന്വേഷിക്കുക. ആ ഉപാധികൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അവര് പലരും ഇപ്പൊ ദൈവത്തെ അന്വേഷിക്കും. എന്നാൽ മറ്റൊരു കൂട്ടര്, സ്തോത്രം, ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുന്ന ഒരു കൂട്ടം ബുദ്ധിമാന്മാരാ. അവര് സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല ദൈവത്തെ അന്വേഷിക്കുന്നത്. സ്തോത്രം, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ, ദൈവത്തോട് തങ്ങളുടെ കടപ്പാട് എന്താണെന്ന് തിരിച്ചറിയാൻ, സ്തോത്രം, ദൈവം തങ്ങളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയാൻ, ദൈവത്തിന്റെ തിരുഹിതം ഗ്രഹിക്കുവാൻ. ലോർഡ്, what would you have me be? ഞാൻ എന്താകാൻ തിരുമേനി ആഗ്രഹിക്കുന്നു. ആ അന്വേഷണത്തിരിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണിത്. അവരാണ് ബുദ്ധിമാന്മാർ. സ്തോത്രം, അവരെ നോക്കിക്കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുന്നത്. അവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. സ്തോത്രം, മനസ്സിലായല്ലോ? നമ്മൾ ആ കൂട്ടത്തിലാകാൻ ഞാൻ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രിയ ദൈവമക്കളെ, വലിയൊരു കൂട്ടമാണ് യോഗങ്ങൾ വെച്ചാൽ വലിയ കൂട്ടങ്ങൾ കൂടുന്നത് എവിടെയാണ്? ഭൗമികമായ നേട്ടത്തിനുള്ള ഉപാധിയായി സുവിശേഷത്തെ അവതരിപ്പിക്കുന്നിടത്ത് വലിയ കൂട്ടമാണ്. ലോകസൗഖ്യം കിട്ടും, പ്രശ്നം പരിഹരിക്കും, മനസ്സിലായില്ലേ? ശാപം പൊട്ടിച്ചു വിടും എന്ന് വേണ്ട വിവിധങ്ങളായ നേട്ടങ്ങൾ വാഗ്ദത്തം ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ഭയങ്കര റഷ, ഭയങ്കര തിരക്കാണ്. നേട്ടം കൊയ്യാൻ വേണ്ടി ആളുകൾ ഓടുകയാണ്. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്തു വേണമെന്നുള്ളത്, സ്തോത്രം, സത്യവചനം പ്രസംഗിക്കുന്നിടത്ത് വളരെ ചുരുക്കം പേര് മാത്രമേ കാണുകയുള്ളൂ. സ്തോത്രം, നമ്മൾ ആ രണ്ടാമത്തെ കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് എന്റെ കർത്താവ് പണ്ടേ പറഞ്ഞല്ലോ, നാശത്തിലേക്ക് പോകുന്നവർ അനേകരാണ്, ആ വഴി വളരെ വിശാലമാണ്, ആ വാതിൽ വളരെ വലുതാണ്. എന്നാൽ ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ.
സ്തോത്രം. ആ ചുരുക്കത്തിൽ നമ്മൾ ഉൾപ്പെടുന്നവരായിരിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ അവർ ദൈവത്തോട് കർത്താവേ, നീ എന്നെ സൃഷ്ടിച്ചു, നീ എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? സ്തോത്രം. ഇന്ന് ഞാൻ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ കുറെ ചിന്തിച്ചുകൊണ്ടിരുന്നു. 89 സങ്കീർത്തനത്തിന്റെ 47 വാക്യത്തിന്റെ 2 ഭാഗം പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ കടന്നു വന്നു. അവിടെ ഒരു വാക്യം 89 47 വാക്യം, അത് 2 ഭാഗം കണ്ടില്ലേ? എന്ത് നിത്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെ ഒക്കെയും സൃഷ്ടിച്ചു. കേട്ടോ? താങ്ക് യു. എന്ത് മിഥ്യാത്വത്തിനായി ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാൻ ദൈവത്തോട് ചോദിക്കുക, എന്ത് മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെ ഒക്കെയും, what futility you have created all men. Futility, uselessness. Utility എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് futility. Utility is usefulness. Futility is uselessness. What meaningless existence do you have you given us? What meaningless existence? നീ എന്തിനാ ഞങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങൾ ഒരിക്കലെങ്കിലും ദൈവത്തോട് ദൈവം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം എന്നെ സൃഷ്ടിച്ചു. കേൾക്കണേ, ദൈവം എന്നെ സൃഷ്ടിച്ചു. കർത്താവേ, അന്ന് എന്നെ സൃഷ്ടിച്ചെങ്കിൽ എന്തിനാണ്, അവിടുത്തേക്ക് എന്നെ കുറിച്ചുള്ള താല്പര്യം എന്താണ്? അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും. സ്തോത്രം. ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ മറുപടി? അല്ലെ, ദൈവം നിങ്ങൾക്ക് തന്ന മറുപടി എന്താണ്? നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞ മറുപടി എന്താണ്? നീ എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? ദൈവം എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മൾ പലപ്പോഴും പല ഉത്തരങ്ങൾ പറയാറുണ്ട്. കേൾക്കണേ, പല ഉത്തരങ്ങൾ പറയാറുണ്ട്. പല ഉത്തരം പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരം, അല്ലെങ്കിൽ ഭൂരിപക്ഷം പറയുന്ന ഉത്തരം, ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി എന്നെ സൃഷ്ടിച്ചു. അങ്ങനെയല്ലേ നമ്മൾ പലരും ചിന്തിക്കുന്നത്. ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. നമുക്ക് അതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. കേട്ടെ, ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പുസ്തകത്തിൽ വായിച്ചു. എനിക്ക് വളരെ വിഷമം തോന്നി. പുസ്തകത്തിൽ വായിച്ചപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്: ദൈവം തന്നെ സ്തുതിക്കാൻ ദൂതന്മാരെ സൃഷ്ടിച്ചു. എന്നാൽ അതിലൊരു വലിയ കൂട്ടം ദൂതന്മാർ തെറ്റിപ്പോയി, വീണുപോയി, ഡിസ്ലോയലായി വീണുപോയപ്പോൾ തൽസ്ഥാനത്തേക്ക് പകരക്കാരായി, വീണുപോയ ദൂതന്മാരുടെ പകരക്കാരായി ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു. അതാണ് നമ്മുടെ പലരുടെയും ചിന്ത. ശരിയല്ല. വേദപുസ്തകം അങ്ങനല്ല പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കണേ. നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ നല്ല മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കേണ്ടെന്നല്ല, പക്ഷെ അടിസ്ഥാനപരമായി ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതല്ല. എല്ലാവരും എന്നെ കേൾക്കണേ. പിന്നെ എന്താ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? What for has God created me? എന്തിനാ ദൈവം എന്നെ സൃഷ്ടിച്ചത്? വേദപുസ്തകം നമ്മളോട് പറയുന്നത്, പഠിപ്പിക്കുന്നത്, ദൈവവുമായുള്ള ഹൃദ്യമായ ഊഷ്മളമായ സ്നേഹ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഹൃദ്യമായ സ്നേഹ കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. സ്തോത്രം. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ദൈവം സ്നേഹമാണ്. വേദപുസ്തകം ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു നിർവചനമുണ്ടെങ്കിൽ, സ്തോത്രം, അതിതാണ്: ദൈവം സ്നേഹം തന്നെ. സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വൺ വേ അഫയർ അല്ല. സ്നേഹം റെസിപ്രക്കേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് കംപ്ലീറ്റ് അല്ല. സ്നേഹിക്കപ്പെടാൻ, സ്നേഹം അംഗീകരിക്കാൻ, സ്നേഹം അനുഭവിക്കാൻ ആരുമില്ലെങ്കിൽ സ്നേഹം പൂർണ്ണം അല്ല. സ്നേഹം എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ബന്ധമാണ്, ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്. സ്തോത്രം. കേൾക്കണേ. അപ്പോൾ സ്നേഹമായ ദൈവം മനുഷ്യൻ തന്റെ സ്നേഹത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, തന്റെ സ്നേഹം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ തന്നെ സ്നേഹിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു.
ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും നമ്മൾ അവനെ സ്നേഹിക്കണമെന്നും ആ സ്നേഹ കൂട്ടായ്മയിൽ വസിക്കണമെന്നുമാണ്. സ്തോത്രം. അതിനുള്ള യോഗ്യതയുള്ളവരായി, അതിനുള്ള കഴിവുകൾ ഉള്ളവരായി, സ്തോത്രം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. കേൾക്കണേ, ദൈവത്തെ സ്നേഹിക്കുവാനായി, സ്നേഹ കൂട്ടായ്മയിൽ വസിക്കുവാനായി, കഴിവുള്ളവരായി, യോഗ്യതയുള്ളവരായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യനെ കൂട്ടായ്മ ബന്ധത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. അത് വലിയ ദുഃഖമായി. അന്യപ്പെട്ടു പോയതിനാൽ മനുഷ്യൻ ചോദിക്കുക, കൂട്ടായ്മ ബന്ധം മനുഷ്യൻ അനുഭവിക്കാത്തതുകൊണ്ട് മനുഷ്യൻ ചോദിക്കുക, എന്തോ ഈ ജീവിതത്തിന്റെ അർത്ഥം? എന്തിനാ ദൈവത്തെ സൃഷ്ടിച്ചത്? മനുഷ്യൻ ചോദിക്കുക. നിരർത്ഥകത, മീനിങ്ലെസ്നെസ്, നിരർത്ഥകത. കാര്യം എന്തിനാ? ജീവിതത്തിന് അർത്ഥം എന്താ? ജീവിതത്തിന്റെ അർത്ഥം കാണണമെങ്കിൽ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരണം. ദൈവസ്നേഹത്തിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ജീവിതത്തിന്റെ അർത്ഥം കാണാൻ കഴിയുള്ളൂ. ഞാൻ ഇതൊന്ന് വ്യക്തമാക്കാനായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദയവായി എന്റെ കൂടെ ഒന്ന് വരണേ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവവുമായുള്ള ഹൃദ്യമായ ഊഷ്മളമായ സ്നേഹ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. അതിനുള്ള കഴിവ് ദൈവം മനുഷ്യന് നൽകി. അതുകൊണ്ടാണ് മനുഷ്യനിൽ 3 ഘടകങ്ങളുള്ളത്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. മനുഷ്യൻ ഒരു ട്രൈപാർട്ടൈറ്റ് ബീയിങ് ആണ്. 3 ഘടകങ്ങൾ ചേർന്നാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ട്രൈപാർട്ടൈറ്റ് ബീയിങ്. ദേഹം, ദേഹി, ആത്മാവ്. 3 ഘടകങ്ങൾ. ഈ 3 ഘടകങ്ങൾ ദൈവം മനുഷ്യൻ നൽകിയതിന്റെ തന്നെ കാരണം മനുഷ്യൻ ദൈവവുമായുള്ള ഹൃദ്യമായ കൂട്ടായ്മയിൽ വസിക്കണമെന്നുള്ളതിനാണ്. ഞാനിത് ഒന്നുകൂടെ വ്യക്തമാക്കാം. എന്താണ് ദേഹം? എന്താണ് ദേഹി? എന്താണ് ആത്മാവ്? സ്തോത്രം. ദേഹം ശരീരമാണത്. നമുക്കിതിന്റെ നിർവചനം പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം. മണ്ണിൽ നിന്ന് എടുത്തതും മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതും മണ്ണിനെ കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നതും മണ്ണിലേക്ക് മടങ്ങേണ്ടതുമാണ് ഈ ശരീരം. എന്നൂടെ പറയുന്നു, മണ്ണിൽ നിന്നെടുത്തതാണ്. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞു. മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം മണ്ണിന്റെ ഘടകങ്ങളാണ്. മണ്ണിൽ നിന്നെടുത്തു, മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നു. ഈ മണ്ണിനെ കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നു. കണ്ണുകൊണ്ട് ഇതൊക്കെ കാണുന്നു, മൂക്കൊണ്ട് ഇതൊക്കെ മണക്കുന്നു, നാവുകൊണ്ട് ഇതൊക്കെ രുചിക്കുന്നു, കാതുകൊണ്ട് ഇവിടുത്തെ ശബ്ദം കേൾക്കുന്നു, കൈകൊണ്ട് സ്പർശിച്ച് കഠിനവും മൃദുലവും അറിയുന്നു. പിന്നെ അതുപോലെ തന്നെ ത്വക്കുകൊണ്ട് ചൂടും തണുപ്പും തിരിച്ചറിയുന്നു. ഈ ലോകത്തെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ ശരീരം കൊണ്ടാണ്. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. സ്തോത്രം. ലോകത്തെ തിരിച്ചറിയും. The body makes us world conscious. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം മണ്ണിന്റെ ഘടകങ്ങൾ മാത്രമാണ്. ദൈവത്തോട് നന്ദി തോന്നാനായിട്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണം പറയാറുണ്ട്. നമുക്ക് ദൈവത്തോട് നന്ദിയൊക്കെ വേണമല്ലോ. സ്തോത്രം. അപ്പോൾ നമ്മൾ എന്ത് കഴിച്ചാലും ഞാൻ പറഞ്ഞാൽ അത് മണ്ണാണ്. നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക, ഒരു ദിവസത്തെ നമ്മളുടെ ശരീരത്തിന്റെ മീൻസ് പ്രക്രിയകൾക്ക് വേണ്ടി, നമ്മുടെ ശരീരം മീൻസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു 1000 അളവ് കാർബോഹൈഡ്രേറ്റ്സും, ഒരു 500 അളവ് പ്രോട്ടീനും, ഒരു 250 അളവ് സൾഫറും, ഒരു 100 അളവ് മാഗ്നീഷ്യവും, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ഇതെല്ലാം വേണം. ഇതെല്ലാം കിട്ടാൻ ഒരൊറ്റ സോഴ്സേ ഉള്ളൂ, മണ്ണാണ് അതിന്റെ ഏക സോഴ്സ്. ഇത് മണ്ണിൽ നിന്ന് നേരെ ഇങ്ങെടുക്കാനായിരുന്നെങ്കിൽ പുറത്തു നോക്കിക്കേ, ഓരോരുത്തരും ഒരു ദിവസം ഒരു ടിപ്പർ ലോറി മണ്ണെങ്കിലും പ്രോസസ് ചെയ്യേണ്ടി വന്നേനെ. വേണ്ടേ? മണ്ണിൽ നേരെ എടുക്കാൻ ഒരു ടിപ്പർ ലോറി തന്നെ ആയാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരികയല്ല. പലതരം പച്ചക്കറി കഴിക്കണമെന്ന് പറഞ്ഞ പോലെ പലതരം മണ്ണ് കൂട്ടിച്ചേർത്ത എല്ലാം കൂടെ കഴിച്ചെങ്കിൽ, എല്ലാം കൂടെ എടുത്ത് പ്രോസസ് ചെയ്തെങ്കിൽ ഇതെല്ലാം നമുക്ക് കിട്ടിയെന്ന് വരികയുള്ളൂ. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ആയിരുന്നെങ്കിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ അവയവം വയറ് തന്നെ ആയിരുന്നേനെ. ഇത്രയും പേരെ ഇരുത്തണമെങ്കിൽ ഇതിന്റെ പല മടങ്ങ് വലിപ്പമുള്ള സ്ഥലം ഉണ്ടായിരിക്കണമായിരുന്നു. ഒരു തുണി എടുക്കണമെങ്കിൽ ഇപ്പം വേണ്ടിയതിന്റെ പല മടങ്ങ് അധികം അളവ് തുണി വേണമായിരുന്നു. എന്നാൽ ദൈവം ചെയ്തിരിക്കുന്നത് കണ്ടോ? ദൈവം ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ ആ വഴി, ദൈവം
ഈ ഒരു ടിപ്പർ ലോറി മണ്ണിനകത്തേക്ക് ഒരു ചെടി സൃഷ്ടിച്ച് നട്ടിരിക്കുകയാണ്. ഈ ചെടി എന്താ ചെയ്യുന്നത്? അതിന്റെ വേരുകൾ ഈ മണ്ണിനകത്തേക്ക് പടർത്തി വിടുകയാണ്. പടർത്തി വിട്ടിട്ട് നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളവ മാത്രം സിലക്ട് ഔട്ട് ചെയ്തിട്ട് അത് എളുപ്പം ദഹിക്കുന്ന പരുവത്തിലാക്കി ഒന്നാന്തരം ഒരു പാക്കിംഗ് ഒക്കെ ഇട്ട് നമുക്കിങ്ങ് തരിക. നമ്മളത് അടർത്തിയെടുത്ത് ആ തൊലിയൊക്കെ പൊളിച്ചങ്ങോട്ട് തിന്നുമ്പോ ആ ഒരു ടിപ്പർ ലോറി മണ്ണിനകത്തുനിന്ന് ശരീരത്തിന് എന്നാ കിട്ടണോ അത് ഈസിലി ഡൈജസ്റ്റബിൾ ഫോമിൽ ടേസ്റ്റി ആയിട്ട് ദൈവം നമുക്കിങ്ങ് തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വഴി കണ്ടോ? ഈ മൃഗങ്ങളൊക്കെ, ഈ കോഴിയൊക്കെ ഇവിടെ നടന്ന നല്ല ഈ ചെതലിനെയൊക്കെ നുള്ളിപ്പറക്കി തിന്ന് ഒരു മുട്ടയാക്കി. ദൈവത്തിന്റെ വഴി കണ്ടോ? ശരീരത്തിന് വേണ്ടി ദൈവം കരുതുന്നത് കാണുക. മക്കളെ, ദൈവത്തോട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം പറഞ്ഞിട്ട് വേണം കഴിക്കുന്നത്. ഉപരിപ്ലവമായ ഒരു സ്തോത്രം പറഞ്ഞാൽ സ്തോത്രം. അപ്പോൾ ശരീരത്തിന് വേണ്ടി ദൈവം കരുതുന്നത് കണ്ടോ? മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്ന, പക്ഷെ ഇത് മണ്ണോട് കൊണ്ട് ചേരാൻ പോവുക, ഈ മണ്ണിലേക്ക് മടങ്ങാൻ പോവുകയാണ്. കേൾക്കണേ. അടുത്തത് ഇനി ആത്മാവിനൊരു നിർവചനം പറയാം. ഇത് ശരീരത്തിന് നിർവചനം. ഇനി ആത്മാവിന് നിർവചനം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. കേൾക്കണേ. ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതും ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതും ദൈവത്തെ കുറിച്ച് നമ്മെ ബോധപ്പെടുത്തുന്നതും മരിക്കുമ്പോൾ ദൈവ സന്നിധിയിൽ ചെല്ലേണ്ടതുമാണ്. ദൈവത്തിൽ നിന്ന് വന്ന ദൈവമാത്മാവാകുന്നു. ആത്മാവായ ദൈവത്തിൽ നിന്ന് സ്തോത്രം നാം ആത്മാവിനെ ഉൾക്കൊണ്ടിരിക്കുക. ആദമിനെ മണ്ണ് കൊണ്ട് മെനഞ്ഞിട്ട് ആത്മാവായ ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി തന്റെ ആത്മചൈതന്യം ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യൻ നിക്ഷേപിക്കുക. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ ആത്മചൈതന്യം ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യന് നിക്ഷേപിക്കപ്പെട്ടു. സ്തോത്രം. അതാണ് ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഇനി അതിന്റെ പോഷണം ദൈവവചനമാണ്, ദൈവവചനം. അതാണ് എന്റെ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പം കൊണ്ട് ജീവിക്കുന്ന ഒരു ശരീരമുണ്ട്, വചനം കൊണ്ട് ജീവിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഇനി ഈ ആത്മാവായി ദൈവവുമായി ബന്ധപ്പെടാൻ നമ്മളെ പ്രാപ്തന്മാരാക്കുന്നത്. ശരീരം കൊണ്ട് ലോകത്തെ അറിയുന്നു, മണ്ണിൽ നിന്നെടുത്ത ശരീരം കൊണ്ട് മണ്ണിനെ അറിയുന്നു. ദൈവത്തിൽ വന്ന ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുന്നു. അതിന് പോഷണം ദൈവത്തിൽ നിന്ന് വന്ന വചനമാണ്. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തിന് പോഷണം മണ്ണിലെ ഘടകങ്ങളാണ്. ചെല്ലാനുള്ളതാണ്. സെപ്പറേറ്റ് ഐഡന്റിറ്റി കീപ്പപ്പ് ചെയ്യും. അങ്ങനെ അമാൽഗമേറ്റ് ചെയ്ത് മേർജ് ചെയ്ത് പോവുകയല്ല. സ്തോത്രം. കാര്യം മനുഷ്യാത്മാവായി രൂപപ്പെട്ടിരിക്കുക. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. ഞാനൊരു ഔട്ട്ലൈൻ പറയുകയാണെന്ന്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്, വചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതാണ്, ദൈവത്തെ കുറിച്ച് ബോധപ്പെടുത്തുന്നതാണ്, തിരികെ ദൈവസന്നിധിയിൽ ചെല്ലാനുള്ളതാണ്. ഇനി ദേഹിക്കൊരു നിർവചനം പറയാം. ദേഹി സ്വയബോധം തരുന്ന ഘടകമാണ് ദേഹി. സ്തോത്രം. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റ്, രണ്ടിനേക്കാളും ചുണ്ട് മനസ്സിലാക്കാൻ കോംപ്ലിക്കേറ്റ. ഞാൻ വ്യക്തമാക്കിയിട്ടില്ല. മനസ്സ്, ഹൃദയം അല്ലെങ്കിൽ വിചാരം, വികാരം, ഇച്ഛാശക്തി, മനസാക്ഷി എന്നീ 4 ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ദേഹി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. വിചാരം, ചിന്ത, വികാരം, ഇമോഷൻസ്. ചിന്തയും ഇമോഷൻസും ഉണ്ട്. ഒന്ന് തലേന്നും ഒന്ന് ഹൃദയത്തിൽ നിന്നും വന്നാ പറയുന്നത്. വിചാരം, വികാരം. അടുത്തത് ഇച്ഛാശക്തി, തീരുമാനിക്കാനുള്ള കഴിവ്.
തീരുമാനിക്കാനുള്ള കഴിവ്. അറിയാം, സെൽഫ്, എന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്ക് കഴിവുണ്ട്, അതാണ് ഇച്ഛാശക്തി. അടുത്തത് മനസാക്ഷി, ശരിയാ തെറ്റാ, ശരിയാ തെറ്റാ. അകത്തിരിക്കുന്ന ജഡ്ജി, മനസാക്ഷി. ഈ 4 ഘടകങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതാണ് ദേഹി. അത് സെൽഫ് കോൺഷ്യസ് ആക്കുന്നതാണ്, സ്വയബോധം തരുന്നതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കറിയാം എന്റെ പേര് തോമസ് എന്നാണ്, ഞാനൊരു ഉപദേശിയാണ്, ഞാനിപ്പോ ഇവിടെ നിന്ന് ഈ ക്ലാസ് എടുക്കുകയാണ്, സമയമൊക്കെ ഇത്രയായി, ഇത്ര സമയം വരെ പോകാം. ഇതൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം നിങ്ങൾ ആരാണ്, എന്താണ്, ഇതെല്ലാം നിങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ആ സ്വയബോധം തരുന്ന ഘടകമാണ് ദേഹി. സ്തോത്രം. നോക്കണേ, ഈ 3 ഘടകങ്ങൾ കൊണ്ടും രൂപപ്പെട്ട ഒരാളത്വമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇത് നമ്മളെ കുറിച്ച് തന്നെ വേദോസ്തം പറഞ്ഞിരിക്കുന്ന കാര്യം എഴുതിക്കൊണ്ട് ഇത് മറക്കല്ലേ. സ്തോത്രം. നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് അറിയണം. അപ്പം നമ്മള് ലോകത്തെ അറിയണം, ദൈവത്തെ അറിയണം, സ്വയത്തെ അറിയണം. സ്തോത്രം. ലോകത്തെ അറിയാൻ കഴിവുണ്ട്, ദൈവത്തെ അറിയാൻ കഴിവുണ്ട്, സ്വയത്തെ അറിയാൻ കഴിവുണ്ട്. സ്തോത്രം. ഈ 3 കഴിവുകളും 3 ഘടകങ്ങളും കൂടി ചേർന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സ്തോത്രം. എന്നാൽ ഈ 3 ഘടകങ്ങളും സജീവമായിരുന്നൊരു കാലം മനുഷ്യനുണ്ടായിരുന്നെങ്കിലും പാപം മനുഷ്യനെ വല്ലാതെയാക്കി. ഇനി എന്താണ് പാപം എന്നൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പറയാം, കേൾക്കണേ. പാപം മനുഷ്യനെ വല്ലാതെയാക്കി. പാപം മനുഷ്യന്റെ 3 ഘടകങ്ങൾക്കും കുഴപ്പമുണ്ടാക്കി. സ്തോത്രം. ഈ 3 ഘടകങ്ങൾക്കും ഉണ്ടായ മാറ്റം എന്താണ്? ഏറ്റവും കൂടുതൽ ദോഷം സംഭവിച്ചത് ആത്മാവിനാണ്. ആത്മാവ് നിർജീവമായി പോയി, ചൈതന്യമറ്റുപോയി, ശരീരം ബലഹീനമായി പോയി. ഞാനൊന്നുകൂടെ വ്യക്തമാക്കാം. ശരീരം ബലഹീനമായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇങ്ങനെയല്ല സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തേജസ് അണിഞ്ഞവനായിട്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യന് തേജസ്സായിരുന്നു ഉടുപ്പ്. 104-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവമേ, വസ്ത്രം ധരിക്കുന്നത് പോലെ നീ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. വസ്ത്രം പോലെ ദൈവം പ്രകാശം ധരിച്ചിരിക്കുക. അപ്പൊ പ്രകാശം വസ്ത്രമായി ധരിച്ച അവസ്ഥയാണ് ദൈവത്തിനെങ്കിൽ അതേ സ്വരൂപവും സാദൃശ്യവും ആ മനുഷ്യന് നൽകിയത്. പ്രകാശമണിഞ്ഞവരായിരുന്നു. അതാണ് തിരുവെഴുത്ത് പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരാണ്. ദൈവത്തിന്റെ തേജസ് പോയി മനുഷ്യന്. സ്തോത്രം. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നുണ്ടല്ലോ 3-ാം അധ്യായത്തിൽ, അത് തിന്നു കഴിഞ്ഞപ്പോൾ, വിലക്കപ്പെട്ടത് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ തങ്ങൾ നഗ്നരെന്ന് കണ്ടു. വസ്ത്രം പോയി. ഞാൻ കൂടെ വ്യക്തമാക്കി തരാം. ഇവിടെ ഒരു ഇത് കവറിങ് ഉണ്ടല്ലോ, അല്ല കവറിങ് ഇല്ലാത്ത അവസ്ഥ നിങ്ങൾ ഓർത്ത് നോക്കി. ഒരു ബൾബ് ഇവിടെ കത്തി നിൽക്കുക. ഈ ബൾബ് കത്തി നിൽക്കുമ്പോ നിങ്ങൾ അതിനകത്തൊരു ചുഴിഞ്ഞു നോക്കിയാലും അതിനകത്തെ ഫിലമെന്റ് കമ്പി കാണത്തില്ല. എന്നാൽ ഓഫ് ചെയ്തിട്ട് നോക്കിയാൽ ആ കമ്പി കാണാം. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ അവിടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രകാശം ആ ഫിലമെന്റിന് ഒരു മറയാണ്, ഒരു ഉടുപ്പ് പോലെ. പ്രകാശം അതിനെ ചുറ്റുകയാണ്. പ്രകാശം അതിനൊരു കവറിംഗ് ആണ്. ഓഫ് ചെയ്യുമ്പോൾ ആ കവറിങ് പോയി. ഇതുപോലെ തന്നെ ദൈവം മനുഷ്യനെ പ്രകാശമുടുത്തവനായിട്ടാണ് സൃഷ്ടിച്ചത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രകാശമുടുത്തവനായിരുന്നു. എന്നാൽ പാപം ചെയ്തപ്പോൾ ഈ തേജസ് അങ്ങ് പോയി. തേജസ് പോയത് കൊണ്ടാണ് അവൻ നഗ്നനെന്ന് അവന് തിരിച്ചറിഞ്ഞത്. സ്തോത്രം. ഇതിപ്പോ കുറെ കാലം മുമ്പ് മുതലേ ഓരേഗായോണിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ഐഡിയ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഫിസിക്സുകാര് അതിപ്പോ ശരിയാണെന്ന് അവര് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. അതായത് എല്ലാ മനുഷ്യനെയും ചുറ്റുന്ന ഒരു പ്രകാശ വലയമുണ്ടെന്നാണ്. ഓറ എന്ന് പറയും, AUR, ഓറ അല്ലെങ്കിൽ ഹെയിലോ. മനസ്സിലാക്കി തരാം. ഈ വിശുദ്ധന്മാരെന്ന് വിശ്വസിക്കപ്പെടുന്നവരുടെ പടം വരച്ചു വെക്കുമ്പോ അവരുടെ തലയുടെ ചുറ്റും ഒരു മഞ്ഞ വട്ടം കണ്ടിട്ടില്ലേ? ഹെയിലോ എന്ന് പറയും. ഹെയിലോ, മലയാളത്തിൽ പരിവേഷം എന്ന് പറയും.
അത് വിശുദ്ധന്മാരെന്ന് കരുതപ്പെടുന്നവരുടെ ചുറ്റും തലയുടെ ചുറ്റും തന്നെയല്ല, എല്ലാരെയും അങ്ങനെ ഒരു പ്രകാശം ചുറ്റിയിട്ടുണ്ടെന്നാ. എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതിന്റെ പടം എടുക്കാമെന്നാണ് കൊഡാക് കമ്പനിക്കാര് അവരുടെ റിസർച്ചിൽ അവര് തെളിയിച്ചിട്ടുണ്ട്. അവര് ഓരോരുത്തരുടെ ചുറ്റുമുള്ള ഹെയിലോയുടെ പടം എടുക്കാം. താമസം വിന ആ പടം എടുക്കും. കർത്താവിന് വരവ് താമസിച്ചാൽ അതിസൂക്ഷ്മമായ ക്യാമറ കൊണ്ട് ഓരോരുത്തരും ചുറ്റിയ പ്രകാശവലയം എടുക്കും. എന്നിട്ട് അവര് പറയുന്നത് അതിന്റെ സാധ്യതകൾ വളരെയാണ്. ഞാൻ ഒരു ആർട്ടിക്കിൾ അതിനെ കുറിച്ച് വായിച്ചതാണ്. അതിന്റെ സാധ്യതകൾ വളരെയാണ്. കാര്യം ഈ പ്രകാശത്തിന്റെ പ്രകൃതം അനലൈസ് ചെയ്തിട്ടാണ് അലയൻസസ് ഉണ്ടാകുന്നതെങ്കിൽ ബ്രേക്കപ്പ് ഇല്ലായിരിക്കുമെന്നാണ്. മനസ്സിലായില്ലേ? തോന്നുന്നു കൂടുതൽ വിശദീകരണത്തിന് ഞാൻ പോകുന്നില്ല. അവരതിനെ കുറിച്ച് ശരിക്കും എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ആദ്യം കാണുക ആളുടെ, പക്ഷെ ആദ്യം കാണുകയാണെങ്കിലും എന്തെന്നില്ലാത്ത ഒരടുപ്പം തോന്നുന്നു. അങ്ങനെ ചിലരോട് തോന്നും. എന്നാൽ ആദ്യം കാണുക ഒരു ദോഷം ചെയ്തില്ല, എന്തോ ഉള്ളിലൊരു അവേർഷൻ തോന്നും, ഒരു ഇച്ചിരി അകൽച്ച, ഒരു വെറുപ്പൊക്കെ തോന്നും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവര് പറയുന്നത് ഓറയുടെ വേരിയേഷൻ ആണെന്ന, ഈ പ്രകാശ വലയത്തിന്റെ വ്യത്യാസം കൊണ്ടാണ്. അതാണ് അവര് പറയുന്നത്. മീൻസ് ഈ ഓറയുടെ നേച്ചർ അനലൈസ് ചെയ്തിട്ട് അലയൻസസ് ഉണ്ടാക്കിയാൽ പിരിയുന്നത് അപൂർവമാകുമെന്ന. അതെ, അപ്പൊ മനുഷ്യന്റെ ചുറ്റും ഒരു പ്രകാശ വലയമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിച്ചല്ലോ. സ്തോത്രം. അത് നല്ല പ്രകാശ വലയമായിരുന്നു, നല്ല പ്രകാശ വലയമായിരുന്നു. എന്റെ പൊന്നു കർത്താവ് ഇവിടെ വന്നപ്പോൾ പാപജഡത്തിന്റെ സാദൃശ്യത്തിലാ വന്നത്. പാപജഡത്തിലല്ല, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ. റോമർ 8-ാം അധ്യായത്തിന് 2 വായിക്കുമ്പോഴുണ്ട്. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിൽ കഴിയാതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. യേശു വന്നത് പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ്. അതുകൊണ്ടാണ് വസ്ത്രം ധരിച്ചത്. എന്നാൽ അവിടുന്ന് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ മാത്രമാണ്, പാപജഡത്തിലല്ല എന്ന് വ്യക്തമാക്കാനാണ് ഒരു സന്ദർഭത്തിൽ മറുരൂപമലയിൽ വെച്ച് തന്റെ തേജസ്സിലൊന്ന് വെളിപ്പെട്ടു. ലോകത്തിലൊരലക്കാരനും വെളുപ്പിക്കാൻ കഴിയാത്തതുപോലെ അവന്റെ വസ്ത്രം വെള്ളയായി തീർന്നു. മോശ 40 രാവും 40 പകലും പർവ്വതത്തിന് മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നപ്പോൾ അവന്റെ മുഖത്തിന്റെ ത്വക്ക് ഒന്ന് പ്രകാശിച്ചു. താഴെ വന്നപ്പം ഇസ്രായേൽ മക്കൾക്ക് അവന് മുഖത്ത് നോക്കാം, അവനെ കണ്ണടിച്ചുക. ഞങ്ങൾക്ക് ഇതിന്റെ മുഖത്ത് നോക്കിക്കൂടാ. ഉടനെ എന്ത് ചെയ്തു? ഒരു മൂടുപടം എടുത്ത് മൂടി കഴിഞ്ഞപ്പോ ആ പ്രകാശം ഒതുങ്ങി. ആ മൂടുപടത്തെ തുളച്ചു വരാനുള്ള ശേഷി പ്രകാശത്തിന് ഇല്ലായിരുന്നു. എന്നാൽ സ്തോത്രം, എന്റെ കർത്താവ് മറുരൂപമലയിൽ വെച്ച് രൂപപ്പെട്ടപ്പോൾ സ്തോത്രം, അവന്റെ ആളത്വത്തിൽ നിന്ന് പ്രസരിച്ച പ്രകാശധോര സ്തോത്രം അവന്റെ വസ്ത്രത്തെ പോലും മുക്കിക്കളഞ്ഞു. ആ പ്രകാശധോരയിൽ അവൻ വെളിപ്പെടുകയാണ്. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിക്കുകയാണ്. സ്തോത്രം. അവൻ പാപജനത്തിന്റെ സാദൃശ്യത്തിൽ മാത്രമാണ് അത് വെളിപ്പെടുത്താൻ. സഹോദരങ്ങളെ, നമ്മൾ അത് പ്രാപിക്കാൻ പോവുക കേട്ടോ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ പ്രത്യാശയുള്ളതിനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഞാൻ ഉദ്ധരിച്ച വാക്യം 1 യോഹന്നാൻ 3:1 മുതലുള്ള വാക്യങ്ങളാണ്. സ്തോത്രം. അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യനെ സൈക്കോളജി പറയുന്നുണ്ട്, സത്യമാണ്, എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും തൃപ്തിയില്ല. ഉണ്ടോ? എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും ഒരു പിന്നെ ചീപ്പോട് തന്നെ ചീപ്പ് ചെയ്യുക, മണം മാറ്റണം, നിറം മാറ്റണം, എന്ന് വേണ്ട തിരുമ്പി തീർക്കുന്നു. സർവത്ര പരിപാടിയാണ്. The cosmetic trade has such a boom because man is not satisfied with his looks. അല്ലേ? ശരിയല്ലേ? അതുകൊണ്ട് ആ മിന്നുന്നതും ഒക്കെ വാരി അണിയാനും ഒക്കെ മനുഷ്യന്റെ ഉള്ളിൽ വലിയ പ്രവണതയാണ്. ഷൈൻ ചെയ്യണം. കാര്യം മനുഷ്യനെ ദൈവം ഷൈൻ ചെയ്യുന്നവരായിട്ടാണ് സൃഷ്ടിച്ചത്. കൊണ്ട് സ്തോത്രം. പാപം കൊണ്ടു അപ്പൊ ശരീരത്തിന് പറ്റിയത് കണ്ടോ? ബലഹീനമായി. ഒരുത്തന് 5 അടി, ഒരുത്തന് 5.5 അടി, ഒരുത്തന് 6 അടി, ഒരുത്തന് 6 അടി 2 ഇഞ്ച്, ഒരുത്തന് 4 അടി 4.5 അടി, ഒരുത്തന് കറത്ത്, ഒരുത്തന് വിളറി, ഒരുത്തന് മഞ്ഞളിച്ചു. എല്ലാം നമ്മളൊക്കെ ഈ പരുവത്തിനൊക്കെ ശരീരം ദേഹി വാഷായി.
ദേഹി വഷളായി പറഞ്ഞ സ്വയബോധത്തിന് ആ ഘടകമുണ്ടല്ലോ അതങ്ങ് അഴുക്കായി. ആത്മാവ് ചത്തുപോയി, നിർജീവമായി പോയി. നോക്കണേ, ദൈവവുമായുള്ള ബന്ധം പോയി. മനുഷ്യനങ്ങ് എല്ലാം കൊണ്ടും ആകെ പരുവക്കേടിലായി, വളരെ ഡീജനറേറ്റഡ് ആയി, അധപ്പതിച്ചു. ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്കു വേണ്ടി സ്തോത്രം ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഏറ്റവും വലിയ കുഴപ്പം പറ്റിയത് ആത്മാവിലാണ്. ആത്മചൈതന്യം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. ആത്മാവിൽ ചത്തുപോയി. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. അങ്ങനെയുള്ള നമ്മളെ ജീവിപ്പിച്ചു. സ്തോത്രം. അതുകൊണ്ടാണ് എന്റെ കർത്താവ് ഇവിടെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, മത്തായി 8:22 നമ്മൾ വായിക്കുന്നു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. സ്തോത്രം. ഒരു ആള് വന്ന് കർത്താവിനോട് പറഞ്ഞൊരു ഒരു ശിഷ്യൻ വന്ന് ഗുരു, നീ എവിടെ പോയാലും നിന്റെ കൂടെ വന്നേക്കാന്ന് പറഞ്ഞു. ഉടനെ കർത്താവിന് അവനെ ശരിക്കും അറിയാം. അതുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം, ആകാശത്തിലെ പറവയ്ക്ക് കൂടും കുഴിനരികൾക്ക് കുഴിയുമുണ്ട്, മനുഷ്യപുത്രന് തലയയക്കാൻ ഇടമില്ല. നീ അനുഗമിക്കാൻ വരുന്ന ഗുരുവിന്റെ കാര്യം തലയയക്കാൻ ഇടമില്ലെന്നുള്ളതാ. നീ അത് ആലോചിച്ചിട്ട് വന്നേച്ചാ മതി എന്ന് പറഞ്ഞപ്പോ പിന്നെ അവനെ കുറിച്ച് ഒന്നും കാണുന്നില്ല, അവൻ പോയ വഴിയെ പോയി. പക്ഷെ ഇത് കേട്ടോണ്ട് നിന്ന മറ്റൊരു ശിഷ്യൻ ഗുരു, ഞാൻ നിന്നെ അനുഗമിക്കാം, ഒരു കാര്യം പ്ലീസ്, എന്റെ അപ്പന്റെ ശവണക്കൊന്ന് കഴിഞ്ഞ് വരാം, അപ്പൊ പ്രായാധിക്യത്തിരിക്കാം, മരണാസന്നായിരിക്കുക, ആ അവസാനത്തെ താമസങ്ങളിലെ ശുശ്രൂഷയൊക്കെ ചെയ്തിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോ അതുപോലെ ഒരു ചെറിയ അനുഭവം തന്നെ കർത്താവ് വന്നേ, അവിടെ മരിച്ചോര് വേണ്ടോളം ഉണ്ട്, അവര് മരിച്ചവരെ കുഴിച്ചിട്ടോളും, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കാൻ പറഞ്ഞു. സ്തോത്രം. നോക്കണേ, അവിടുത്തെ ഒരു കാര്യം നിങ്ങളുടെ സത്യം ഒന്ന് കൊണ്ടുവന്നോട്ടെ. ദൈവരാജ്യം പ്രസംഗിക്കുക എന്ന് പറയുന്നത് സ്വന്തം പിതാവിന്റെ മരണക്കിടക്കയിലെ ശുശ്രൂഷ ചെയ്ത് സംസ്കാരം നടത്തുന്നതിനേക്കാൾ പ്രധാനമാണെന്നല്ലേ അവിടെ പറഞ്ഞേക്കുന്നേ. സ്തോത്രം. അതാണ് അപ്പനേക്കാളും അമ്മയെക്കാളും കർത്താവിനെ സ്നേഹിക്കുന്നവരാകണം. എനിക്കതൊക്കെ വിശദീകരിക്കാനുണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അപ്പോൾ അവിടെ മരിച്ചവരുണ്ട്, അവർക്ക് കുഴിച്ചിട്ടുണ്ടപ്പോൾ അതിനർത്ഥം ഇപ്പൊ ശവം കുഴിച്ചിട്ടാ നേരത്തെ ചത്തുപോയ കാരണവന്മാര് വരിക എന്നല്ല. ആത്മീയമായി ചത്തിരിക്കുന്നവരൊക്കെ ശരീരത്തിൽ ചത്തോരെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് ആത്മീയമായി ജീവൻ പ്രാപിച്ചവൻ പോയി മറ്റുള്ളവരെ ആ ജീവങ്കിലേക്ക് നടത്താനുള്ള ദൈവവചനം പ്രസംഗിക്കട്ടെ. കണ്ടോ, ആത്മാവിൽ മരിച്ചുപോയി. മരണം എന്ന് പറഞ്ഞാലോ കേട്ടി മരണം എന്ന് പറഞ്ഞാൽ വേർപാടെന്ന് അതിന്റെ അർത്ഥം. Death is only separation. It is not a cessation of existence. It's only a separation. ഒരു വേർപാട് മാത്രമാണ്, അസ്തിത്വത്തിന്റെ അസ്തമനമല്ല. മരണം വേർപാട്. സ്തോത്രം. അപ്പോൾ ആത്മീയ മരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുള്ള വേർപാടാണ്. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവവുമായി ബന്ധമില്ലാതായി പോയി. സ്തോത്രം. ഞാൻ ഒന്നുകൂടി ഒരു വിശദീകരണം പറഞ്ഞാൽ, ആത്മാവ് ചത്തുപോയതല്ലേ, ആത്മാവിന് ധൈര്യം നഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ടാണ് ആത്മാവായി ദൈവവുമായി ബന്ധമില്ലാത്തത്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊന്ന് ഓർത്തു നോക്കി, എനിക്ക് കണ്ണില്ല, സങ്കല്പം, വെറും സങ്കല്പ, ബാക്കി എല്ലാ കഴിവുകളും ഒക്കെ ഉണ്ട്, ബുദ്ധിയുണ്ട്, ഓർമ്മയുണ്ട്, പഠിപ്പുണ്ട്, നല്ല വാചാലയൊക്കെ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്, ആരോഗ്യമുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് കണ്ണില്ലെങ്കിൽ ഞാൻ ചോദിക്കും, വെളിച്ചമോ? അങ്ങനെ ഒന്നില്ല, അങ്ങനെ ഇല്ലെന്ന് പറയും. വെളിച്ചമില്ലാത്തത് കൊണ്ടല്ല, പിന്നെ വെളിച്ചവുമായി ബന്ധപ്പെടാൻ എന്നിൽ ദൈവം തന്ന അവയവം നിർജീവമായതിനാൽ സ്തോത്രം എനിക്ക് വെളിച്ചം ഇല്ല. എന്റെ കൂടെ ഉണ്ടല്ലോ. ഇതുപോലെ ഒത്തിരി പേര് ചോദിക്കും, ദൈവം എന്തിയെ ഒന്ന് കാണിച്ചു തരാമോ? സ്നേഹിത, നിനക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ദൈവം ഇല്ലാത്തത് കൊണ്ടല്ല, ആത്മാവായി ദൈവവുമായി ബന്ധം പുലർത്താൻ നിന്റെ ആത്മാവ് ചൈതന്യപ്പെടണം. നീ ആത്മാവിൽ നിർജീവമായിരിക്കുന്നതിനാൽ
ആത്മാവായ ദൈവവുമായി നിനക്ക് സംസർഗത്തിന് കഴിവില്ലാതെയായി പോയി. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവവുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ? സ്തോത്രം. ദൈവവുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധമില്ലെങ്കിൽ അത് വെറും സങ്കല്പത്തിലുള്ള ഒരു ബന്ധമേ ഉള്ളോ? സങ്കല്പത്തിലുള്ള ബന്ധത്തെക്കാൾ ഉപരിയായി വ്യക്തിപരമായ ഒരു ബന്ധം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ആത്മാവിൽ ചൈതന്യപ്പെടേണ്ടതുണ്ട്. ആത്മാവിൽ ആ ചൈതന്യപ്പെടുന്ന അതിന് പറയുന്ന വേദവസ്തം പറയുന്ന പേരാണ് വീണ്ടും ജനനം. സ്തോത്രം. വീണ്ടും ജനനം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആവർത്തിച്ചു പറഞ്ഞ് നിക്കോദെമോസിനോട് സംസാരിക്കുകയാണ്. സ്തോത്രം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല. പുതുതായി ജനിക്കണം, പുതുതായി ജനിക്കണം. സ്തോത്രം. ജഡത്താൽ ജനിച്ചത് 3:6 നമ്മൾ വായിക്കും. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ആത്മാവിനാൽ ഒരു ജനനം ഉണ്ടാകണം. സ്തോത്രം. ഞാൻ ഒന്ന് വ്യക്തമാക്കി തരാം. ഈ ആഴമായ ആത്മിക സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരാൻ ഭൂമിയിൽ നമുക്ക് പരിചയമുള്ള സാദൃശ്യങ്ങൾ ഉപയോഗിക്കുന്നത് തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതിയാണ്. സ്തോത്രം. ആഴമായ ആത്മീയ സത്യങ്ങളാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കി തരാൻ എന്ത് ചെയ്യും? ഭൂമിയിൽ നമുക്ക് പരിചയമുള്ള സാദൃശ്യങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാദൃശ്യമാണ് ഈ വീണ്ടും ജനനം എന്നത്. ആ പ്രയോഗം തന്നെ. ജനനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. സ്തോത്രം. അതുകൊണ്ടാണ് ആ സാദൃശ്യം ഉപയോഗിച്ചിരിക്കുന്നത്. ഓർത്തു നോക്കി, അമ്മയുടെ ഗർഭത്തിൽ പുറം ലോകവുമായി ഒരു ബന്ധമില്ലാതെ കഴിയുന്ന ഒരു കുഞ്ഞ്. ആ കുഞ്ഞ് പുറം ലോകവുമായി അതിന് ഒരു ബന്ധവുമില്ല. ഇന്ന് വരെ വെളിച്ചം കണ്ടിട്ടില്ല. ഇന്ന് വരെ ഈ ശുദ്ധവായു ശ്വസിച്ചിട്ടില്ല. ഇന്ന് വരെ ഒന്നും രുചിച്ചിട്ടില്ല. ഇന്ന് വരെ കാര്യമായി ശബ്ദമൊന്നും കേട്ടിട്ടില്ല. ഇന്ന് വരെ ചൂടും തണുപ്പും ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ അമ്മയുടെ ഗർഭത്തിൽ ഇങ്ങനെ സുഖമായി കിടക്കുന്ന കുഞ്ഞ് നിശ്ചിത സമയത്ത് അവൻ ലോകത്തിലേക്ക് വരുമ്പോൾ ആദ്യമായി ഈ കുളിർന്ന വായു ശ്വാസകോശങ്ങൾ നിറച്ച് വലിച്ചെടുക്കുക. വെളിച്ചം കാണുന്നു, ശബ്ദം കേൾക്കുന്നു, കുളിരുന്നു, കരയാൻ തുടങ്ങുന്നു. ഒരു പുതിയ ലോകം. ഇതെന്താ ഇത്? ആദ്യമായി എന്തെങ്കിലും ഒന്ന് നുണഞ്ഞിറക്കാൻ തുടങ്ങുന്നു. മധുരവും കയ്പും ചവർപ്പും പുളിപ്പും ഒക്കെ ആദ്യം അനുഭവിക്കാൻ തുടങ്ങും. ശബ്ദമൊക്കെ കേൾക്കും. ഓ, എന്തോ ഒരു ലോകം, ഒരു പുതിയ അനുഭവം. അതുവരെ ഇല്ലാഞ്ഞ ഒരു പുതിയ അനുഭവത്തിലേക്ക് അവൻ കാലെടുത്ത് വെക്കുകയാണ്. ഇതുപോലെ ദൈവത്തെ സങ്കല്പത്തിൽ മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി. സ്തോത്രം. ദൈവവുമായി വ്യക്തിപരമായി ബന്ധമില്ലാതിരുന്ന ഒരു വ്യക്തി. സ്തോത്രം. ദൈവവചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും അകത്തൊരു രൂപാന്തരം ഉണ്ടാകുമ്പോൾ ഒരു പുതിയ അനുഭവത്തിലേക്ക് അവർ കടക്കുകയാണ്. സ്തോത്രം. ദൈവവുമായുള്ള വ്യക്തിബന്ധം അവിടെ ആരംഭിക്കുകയാണ്. സ്തോത്രം. ദൈവ സാന്നിധ്യം അവൻ ആസ്വാദ്യകരമാവുകയാണ്. സ്തോത്രം. അതുവരെ ഇല്ലാഞ്ഞൊരു ആത്മിക അനുഭവം ഉണ്ടാവുകയാണ്. സ്തോത്രം. അതിന്റെ ഫലമായി പലരും സ്തോത്രം പഴയ ജീവിതത്തെ കുറിച്ച് ഓർത്ത് അവർ കരയുന്നു. സന്തോഷത്തിന്റെ കണ്ണുനീർ. സ്തോത്രം. അവർ ദൈവത്തിൽ സന്തോഷിക്കുന്നു. അതുവരെ ഇല്ലാഞ്ഞൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. സ്തോത്രം. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നെന്ന് മോശയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ അദൃശ്യ ദൈവത്തെ ഞാൻ കണ്ടു. സ്തോത്രം. ഞാൻ എന്റെ ദൈവത്തെ അനുഭവിക്കുന്നു എന്ന് പറയാനുള്ള സ്തോത്രം ആ ഒരു ആത്മിക അനുഭവം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. എന്റെ കൂടെ ഉണ്ട് എല്ലാരും. ഡോക്ടർ ബില്ലി ഗ്രഹാം
പ്രസിദ്ധനായ ബഹുമാന്യനായ ദേവദാസൻ റഷ്യ വീഴുന്നതിന് മുമ്പ് മോസ്കോയിൽ ഒരു സന്ദർശനത്തിന് പോയി. മോസ്കോയിൽ സന്ദർശനത്തിന് പോയപ്പോ വിന്റർ ആണ്. എയർക്രാഫ്റ്റിൽ ഇറങ്ങി ടാർമാക്കിലേക്ക് നടക്കുക. ടാർമാക്കിലേക്ക് നടക്കുമ്പോ 2 കൈയും കോട്ടിന്റെ കീശയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. തണുപ്പല്ലേ, കോട്ടിന്റെ കീശയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ 10 റിപ്പോർട്ടർമാർ ചുറ്റും കൂടി. ഉദ്ദേശിയല്ലേ വന്നേക്കുന്നത്. ചുറ്റും കൂടി അവരിങ്ങനെ നടക്കുന്ന നടപ്പിൽ തന്നെ അവർ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. എന്നിട്ട് അവര് ഒരു ചോദ്യം ചോദിച്ചത് ഇങ്ങനെയാണ്: Mr. Graham, we in the Soviet Russia say that there is no God. What do you say of that? ഗ്രഹാം, ഞങ്ങൾ ഇവിടെ പറയുന്നു ദൈവമില്ലെന്ന്. നീ അതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ ഗ്രഹാം എന്ത് ചെയ്തു? ഗ്രഹാം shrugged his shoulders. തോളൊന്ന് ഇങ്ങനെ ചുളുക്കി, കൊട്ടിന്റെ കീശത്ത് കൈയിട്ടിരിക്കുക, തോളൊന്ന് ചുളുക്കിയേച്ച് beamed a broad smile, നല്ല വിശാലമായ ഒരു ചിരിയൊക്കെ ചിരിച്ചേച്ച് ഇങ്ങനെ പറഞ്ഞു: Maybe നിങ്ങൾ അങ്ങനെ വന്നേക്കാം, പക്ഷെ ഇന്ന് രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞേക്കാം ദൈവമില്ലെന്ന്, പക്ഷെ ഞങ്ങൾ രണ്ടും കൂടെ ഇന്ന് രാവിലെ സംസാരിച്ചു. Maybe, but this morning also we talked to each other. So, did you talk to the Lord today? And did the Lord talk to you? Did you feel His presence? Did you realize His guidance? സ്തോത്രം. ദൈവം ഒരു സങ്കല്പമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഒരു യാഥാർത്ഥ്യമായി തീർന്നു കഴിയുമ്പോൾ ലോകത്തിന്റെ വലുതെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് ചെറുതാവും. എന്റെ കൂടെ ഉണ്ടേ നിങ്ങൾ? വീണ്ടും ആത്മാവിൽ ചൈതന്യം ഉണ്ടാകുക, ആത്മാവിൽ ചൈതന്യം ഉണ്ടാകുക. ജഡത്താൽ ജനിച്ച ജഡം, പക്ഷെ ആത്മാവിനാൽ ജനിച്ച ആത്മാവ്. വീണ്ടും ജനനാനുഭവം നമ്മളിൽ ഉണ്ടാകുക. അതുകൊണ്ടാണ് ആ വീണ്ടും ജനാനുഭവം നമുക്ക് തരാനാണ് യേശു ക്രിസ്തു ഇവിടെ വന്നത്. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വ്യക്തമായത് വിശ്വസിക്കട്ടെ. ദൈവവുമായുള്ള വ്യക്തിപരമായ ഹൃദ്യമായ ഊഷ്മളമായ ബന്ധം, സ്തോത്രം, സജീവമായ ബന്ധം. ഹല്ലേലൂയ. ആ ബന്ധത്തിലേക്ക് നമ്മളെ നടത്താനാണ് കർത്താവ് ഇവിടെ വന്നത്. അപ്പൊ ആ കാര്യം തിരിച്ചറിഞ്ഞ ആള് എന്ത് മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രമായൊക്കെ സൃഷ്ടിച്ചെന്ന് ചോദിച്ചാൽ അതൊരു മിഥ്യാത്വത്തിനല്ല, ഒരു വലിയ ഉദ്ദേശ്യത്തിനാണ്. ഇവിടെയും വരുവാനുള്ളതിലും ദൈവവുമായുള്ള വ്യക്തിപരമായ ഊഷ്മളമായ സ്നേഹബന്ധത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ആ ബന്ധം പാപനിമിത്തം നമ്മൾ നഷ്ടപ്പെട്ടതുകൊണ്ട് ആ ബന്ധത്തിലേക്ക് നമ്മളെ നടത്താനാണ് യേശു ക്രിസ്തു ഇവിടെ വന്നത്. സ്തോത്രം. എന്റെ കൂടെ വരണേ. ആ ബന്ധത്തിലേക്ക് നമ്മളെ നടത്താനാണ് യേശു ക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് ജീവൻ എന്ന്. എല്ലാം ജീവൻ 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 എന്നാ പറയുന്നത്. കർത്താവ് ഞാനാകുന്നു ഞാനാകുന്നു എന്ന് കുറെ അവകാശവാദങ്ങൾ മുഴുക്കിയിട്ടുണ്ടല്ലോ. ദ 7 great I ams എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു ലിസ്റ്റ് ഉണ്ട്. സ്തോത്രം. ഞാനാകുന്നു ഞാനാകുന്നു ഞാനാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ജീവനുമാകുന്നു. ഞാൻ ജീവനാകുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്തോത്രം. ഞാൻ ജീവന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്ന ജീവന്റെ വെളിച്ചമുള്ളവരാ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആളുകൾക്ക് തന്റെ ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുക്കുന്നു. സ്തോത്രം. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. ജീവനുമാകുന്നു. പുത്രൻ വിശ്വസിക്കുന്ന നിത്യ ജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവകോപം വസിക്കുന്നതേ ഉള്ളൂ. ജീവൻ ജീവൻ ജീവൻ, വഴിയും സത്യവും ജീവനും പുനരുത്ഥാനവും ജീവനും ജീവന്റെ അപ്പവും ജീവന്റെ വെളിച്ചവും ജീവന്റെ ഇടയനും ഒക്കെ ആയിട്ടാണ് യേശു. പ്രിയ ദൈവമക്കളെ, സമൃദ്ധിയായ ജീവൻ
യേശുവിൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവുമായുള്ള ഹൃദ്യമായ ഊഷ്മളമായ വ്യക്തിബന്ധത്തിലേക്ക് നമ്മൾ കടക്കണം. സ്തോത്രം. അപ്പോൾ ഈ ഉദ്ദേശം ഇതാണ്. അപ്പോൾ നഷ്ടപ്പെട്ട മനുഷ്യനെ ഈ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നടത്താനാണ് യേശു ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ച ഭാഗം കൂടി ഒന്ന് ചേർത്തോട്ടെ ഞാൻ. സ്തോത്രം. അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സ്തോത്രം ഈ വേദപുസ്തകത്തിന്റെ മൊത്തമുള്ള പ്രമേയം അല്ലെങ്കിൽ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്, ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അനാദിയിലെ ഒരു നിർണയം നിവർത്തിക്കപ്പെടുന്നതാണ്. സ്തോത്രം. അനാദിയിലെ നിർണയം നിവർത്തിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലാണ്. സ്തോത്രം. അപ്പോൾ യേശു ക്രിസ്തു ഇവിടെ വന്നത് സ്തോത്രം നമുക്ക് ജീവൻ തരുവാനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമുക്ക് സമൃദ്ധിയായ ജീവൻ പ്രാപിക്കേണ്ടത്, ആത്മാവിൽ നമ്മളെ പുനരുദ്ധരിക്കേണ്ടതിനാണ് യേശു ക്രിസ്തു ഇവിടെ വന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനൊരു പുതിയ ജീവൻ പ്രാപിച്ച് ദൈവവുമായുള്ള വ്യക്തിപരമായ കൂട്ടായ്മ ബന്ധത്തിലേക്ക് നടക്കേണ്ടതിനാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. നമ്മൾ മുമ്പേ ചിന്തിച്ചല്ലോ. സ്തോത്രം. അത് ദൈവം നിർണയിച്ച അനാദില നിർണയം യേശു ക്രിസ്തു നിവർത്തിക്കപ്പെട്ടത് സഭയിൽ വെളിപ്പെട്ടിരിക്കുന്നു. ഓർക്കുന്നല്ലോ. സ്തോത്രം. അപ്പോൾ അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ചവർ കൂടുന്ന കൂട്ടമാണ് വീണ്ടും ജനനം പ്രാപിച്ചവർ. സ്തോത്രം. വീണ്ടും ജനനം പ്രാപിച്ചവർ ആരാണ്? സഭയിലെ അംഗങ്ങൾ. അവർക്കാണ് ദൈവവുമായി വ്യക്തിപരമായ ബന്ധമുള്ളത്. അവരാണ് സൃഷ്ടിപ്പിന്റെ ഉദ്ദേശ്യം എന്തോ അത് തങ്ങളിൽ നിവർത്തിക്കപ്പെട്ടവർ. സ്തോത്രം. അവരാണ് ജീവിതത്തിന് അർത്ഥം ഗ്രഹിച്ചവർ. അവരാണ് ഭാഗ്യവാന്മാർ. അവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. നിങ്ങൾക്ക് ദൈവവുമായി അവ്യക്തിപരമായ ബന്ധമുണ്ടോ? സ്തോത്രം. കർത്താവേ, വ്യക്തിപരമായ ആ ബന്ധം എന്റെ ജീവിതത്തിൽ ഇല്ല. എനിക്ക് തിരുമേനിയുമായുള്ള വ്യക്തിബന്ധത്തിന് താല്പര്യമുണ്ട്. സ്തോത്രം. നീ എന്നെ ആ ബന്ധത്തിലേക്ക് നടത്തണമേ എന്ന് നിങ്ങൾ ദൈവസനിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ആ ബന്ധത്തിലേക്ക് നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വീണ്ടും ജന അനുഭവത്തിന് രണ്ട് ഉപാധികളാണ് ദൈവവചനം നമുക്ക് സ്തോത്രം പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ഉപാധി ദൈവത്തിന്റെ വചനമാണ്. രണ്ടാമത്തെ ഉപാധി പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ്. ദൈവവചനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും. സ്തോത്രം. ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് വിശദീകരിച്ചോട്ടെ. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ സ്തോത്രം പത്രോസ് ലീഹ അതിനെ സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. പത്രോസിന്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കേട്ടോ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ. ദൈവവചനത്താലാണ് വീണ്ടും ജനിച്ചിരിക്കുന്നത്. സ്തോത്രം. ദൈവവചനം. അതാ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനും ആകുന്നു. അപ്പോൾ ദൈവവചനം ബീജമാണ്, വിത്താണ്. യേശുക്രിസ്തു വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞപ്പോൾ വിതയ്ക്കുന്നവർ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പാറപ്പുറത്ത് വീണു, മുള്ളിനിടയിൽ വീണു, നിലത്ത് വീണു. ഈ വീണതെല്ലാം ഒന്നുകിൽ പറവ വന്ന് പെറുക്കിക്കൊണ്ട് പോയി, മക്കാണെങ്കിൽ കിളി പെറുക്കില്ല. അതും നല്ല വിത്താണ്. പിന്നെ ബാക്കി എല്ലാം കിളിർത്തു. Every grain was a seed, not a single chaff. Every grain was a seed. സ്തോത്രം. പ്രയോജനപ്പെട്ടാലും ഇല്ലെങ്കിലും സ്തോത്രം എല്ലാം കിളിർത്തു. പ്രിയ ദൈവമക്കൾ, ഇതുപോലെയാണ് ദൈവവചനം. സ്തോത്രം. ഇത് ബീജമാണ്, ഇത് വിത്താണ്. നമ്മൾ ഹൃദയത്തിൽ ഇത് ഉൾക്കൊണ്ടാൽ, നമ്മൾ ആ വചനം അനുസരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവവചനം നമ്മളിൽ രൂപാന്തരം വരുത്തും. ഇത് വെറും തിയറി അല്ല,
ഇത് അനുഭവവുമായി നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. രണ്ടാമത്തെ ഉപാധി ഞാൻ ഉദ്ധരിച്ച വാക്യമാണ് യോഹന്നാൻ 3 സുവിശേഷം 3:6 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3 അധ്യായം 6 വാക്യം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകും. കേട്ടോ? അപ്പോൾ അടുത്ത ഉപാധി ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. സ്തോത്രം. ദൈവവചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുമാണ് വീണ്ടും ജന്മം ഉണ്ടാകുന്നത്. സ്തോത്രം. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വചനം വിശ്വാസത്തോടെ നിങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ, ദൈവവചനം വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ആ വചനത്തോടുകൂടെ ക്രിയ ചെയ്യും. സ്തോത്രം. നിങ്ങൾ ആ വചനത്തിൽ നിങ്ങളെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുത്താൽ നിങ്ങൾ ചിന്തിക്കാത്ത രൂപാന്തരം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഓരോരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉളവാകുവാനിടയായി തീരും. നിർജീവമായ ആ ആത്മാവ്, നമ്മളുടെ അന്തരാത്മാവ്, സ്തോത്രം, പാപത്താൽ നിർജീവമായ ആത്മാവ് വചനത്താൽ പരിശുദ്ധാത്മാവിനാലും വീണ്ടും ചൈതന്യപ്പെടുന്നത് കാണാൻ കഴിയും. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ, അതും കൂടെ വേഗം ഒന്ന് വായിച്ചതിന് ഉപസംഹരിക്കാം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. കേട്ടോ? എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസമാണെന്നാണ് മൂലകൃതി. ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകും. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ശ്വാസമാണ്. സ്തോത്രം. ദൈവത്തിന്റെ ശ്വാസമാണ്. ഒന്ന് വ്യക്തമാക്കിക്കോട്ടെ. ഏതേനിൽ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആ ജീവശ്വാസത്തിന്റെ ഊത്തിനാലാണ് മനുഷ്യൻ ആത്മചൈതന്യം ഉൾക്കൊണ്ടത്. ആ ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യൻ ആത്മചൈതന്യം ഉൾക്കൊണ്ട് ആത്മാവായ ദൈവവുമായി അവിടെ സംസർഗം ആരംഭിച്ചു. സ്തോത്രം. അപ്പോൾ ജീവശ്വാസത്തിന്റെ ഊത്തിനാൽ മനുഷ്യൻ ഉൾക്കൊണ്ട ആത്മചൈതന്യം പാപത്തിന്റെ ഫലമായി മനുഷ്യന് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. അങ്ങനെ ആത്മാവ് ചൈതന്യമായി പോയി. ആത്മചൈതന്യം പാപത്തിന്റെ ഫലമായി നഷ്ടപ്പെട്ടപ്പോൾ ദൈവം തരുന്നതിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ ദൈവം ഒന്നുകൂടെ വന്ന് ഒന്ന് ഊതണ്ടേ? ഊതി കിട്ടിയ ആത്മചൈതന്യം പാപനിമിത്തം നഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ച് ദൈവം വന്ന് ഒന്നുകൂടെ ഒന്ന് ഊതണ്ടേ? സ്തോത്രം. അത് തന്നെയാണ് ഇൻ ഇഫക്ട് ദൈവത്തിന്റെ വചനമെന്ന ശ്വാസം. ദൈവത്തിന്റെ വചനമാകുന്ന ദൈവശ്വാസം, ദൈവത്തിന്റെ ശ്വാസമായ പരിശുദ്ധാത്മാവും നമ്മുടെ നിർജീവമായ ആത്മാവിൽ ചൈതന്യം പകരുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? വചനം അതുപോലെ ഉൾക്കൊള്ളണം. സഹോദരങ്ങളെ, ഒരു കാര്യം മറക്കരുത്. നമ്മുടെ ഈ ആയുസ് നിത്യമല്ല, പക്ഷെ ജീവിതം നിത്യമാണ്. ഈ ചുരുങ്ങിയ നിമിഷങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനാണ്. സ്തോത്രം. ദൈവവുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? സ്തോത്രം. അന്ത്യ ന്യായവിധിയിൽ കർത്താവ് പറയുമെന്നാണ്. ഒരു പേര് പറയും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു. കർത്താവ് പറയുന്നുണ്ട്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല. സ്തോത്രം. കർത്താവിന് എന്നെ അറിവുകേട് വല്ലോണ്ടും? കർത്താവിന് ഇവരെ അറിയാൻ മേലെ, കർത്താവിനെ അവരെ അറിയാം, സർവജ്ഞാനിയല്ലേ കർത്താവ്. കർത്താവിനെ അവരെ നന്നായി അറിയാം, പക്ഷെ അറിയേണ്ടതുപോലെ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് അവർ കടന്നു വന്നിട്ടില്ല. സ്തോത്രം. പ്രിയ ദൈവമക്കളെ,
നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ കാര്യം സാധിച്ചോ എന്നുള്ളതല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ മറ്റൊരാളിന് രോഗസൗഖ്യം ഉണ്ടായോ എന്നുള്ളതല്ല. അതൊക്കെ രണ്ടാം കാര്യം. അതന്നെയാണ് പറയുന്നത്. നിന്റെ നാമം ഞങ്ങൾ ഭൂതമേ ഈനപ്പുറത്തുകൾ ചെയ്തു. പ്രാർത്ഥിച്ചപ്പോ ഇതൊക്കെ ചെയ്തു. അവന്റെ നാമം കൊണ്ട് പലതും ചെയ്തു. സ്തോത്രം. പക്ഷേ ഞാൻ നിങ്ങളെ ഒരു നാളും. അപ്പോൾ ആദ്യം വേണ്ടത് വലിയ ശുശ്രൂഷ ചെയ്യുകയല്ല. ആദ്യം വേണ്ടത് ദൈവവുമായുള്ള വ്യക്തിപരമായ അകത്തൊരു മാറ്റം വന്നിട്ട് അന്തരാത്മാവിൽ ചൈതന്യം ഉണ്ടായിട്ട് ദൈവവുമായി ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് കടന്നു വരിക. സ്തോത്രം. ഹല്ലേലൂയ. എന്തു മിഥ്യാത്വത്തിനായി നീ മനുഷ്യപുത്രന്മാരെ സൃഷ്ടിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്, ദൈവത്തിന് പ്ലാനുണ്ട്. നമ്മളെ കുറിച്ചൊരു ലക്ഷ്യമുണ്ട്, നമ്മളെ കുറിച്ചുള്ള ഒരു ആഗ്രഹമുണ്ട്. സ്തോത്രം. ദൈവത്തിന് ആവശ്യങ്ങളൊന്നുമില്ല, ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്. അത് അടുത്ത ദിവസങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കാം. സ്തോത്രം. ആവശ്യങ്ങൾ, ദൈവത്തിന് ആവശ്യമൊന്നും ഇല്ല, പക്ഷേ ഒരു ആഗ്രഹം. നമ്മൾ അവന്റെ സൃഷ്ടികളാണ്, നമ്മൾ അവന്റെ മക്കളാണ്. മക്കളെ കുറിച്ചുള്ള അപ്പന്റെ താല്പര്യം മക്കൾ അവന് സേവനം ചെയ്തു കൊടുക്കണമെന്നുള്ളതല്ല. നമ്മൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ പ്രായം ചെല്ലുന്ന സമയത്ത് നമുക്കെല്ലാം ഒത്തിരി പണം തരണമെന്നും അതൊക്കെ അവരുടെ നല്ല തന്മര കൊണ്ട് അവരെ ചെയ്യും. പക്ഷെ ഏറ്റവും പ്രധാനം നമ്മൾ ആഗ്രഹിക്കുന്നത് അവർ നമ്മളെ സ്നേഹിക്കണം. അവർ നമ്മളെ സ്നേഹിക്കണമെന്നാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് ദൈവത്തെ ആത്മാർത്ഥമായി മറ്റെന്തിനേക്കാളും ഉപരിയായി മറ്റാരേക്കാളും അധികമായി നമ്മൾ അവനെ സ്നേഹിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്ന നിങ്ങൾ അന്വേഷിക്കുന്നത് എന്താണ്? ഇവിടുത്തെ നേട്ടമാണ്. സ്തോത്രം. അത് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരവസ്ഥ ഈ രാത്രി നമ്മളിൽ നിന്നുണ്ടാവും. സ്തോത്രം. നിയമിക്കപ്പെട്ട സമയം തീർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഞാൻ ഇന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് ന്യായമായി എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇക്കാര്യം ചോദിക്കണേ. വിശദീകരിച്ചിരുന്നത് ഞങ്ങളുടെ കടമയാണ്. സ്തോത്രം. കർത്താവ് വരാൻ സമയമെടുത്തു. ഇതിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കടക്കാം. സ്തോത്രം. അതിനു മുമ്പ് കർത്താവിന്റെ വരവായെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുവാൻ ഇടയാകരുത്. സ്തോത്രം. നമ്മൾ എത്ര ദിവസത്തിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടച്ച് നമുക്ക് ഒരു നിമിഷം ഇന്ന് കേട്ട വചനത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം. കർത്താവിനോട് നമുക്ക് പറയാം. നമ്മുടെ ഹൃദയ ദിവസം നമുക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഒന്നുമില്ലായ്മ അവിടുന്ന് അടിയാങ്ങളെ അവിടുത്തെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ചില്ല. സ്തോത്രം. അങ്ങേക്ക് ഞങ്ങളെ കുറിച്ചുള്ളൊരു ഉദ്ദേശമുള്ളത് ഞങ്ങൾ അറിയുന്നു. സ്തോത്രം. തിരുമേനിയുമായുള്ള വ്യക്തിപരമായ ബന്ധം ഞങ്ങളിൽ ആരംഭിക്കുവാൻ അവിടുത്തേക്ക് പ്രസാദമാകണമേ. അങ്ങയുടെ വചനവും അങ്ങയുടെ പരിശുദ്ധാത്മാവും ഞങ്ങൾ ക്രിയ ചെയ്യണമേ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥയെ കുറിച്ച് ദിവസം ഒന്ന് ചിന്തിക്കുകയും നമ്മളെ തന്നെ ദിവസങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. സ്തോത്രം. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ അവസ്ഥയെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കുകയും ഒരു വാക്ക് നമ്മൾ എത്ര ദിവസത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രാർത്ഥിക്കാം.